ഹരി ഓം ഹരി ഓം ഹരി ഓം. ഹരി ഓം ഹരി ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതിർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായ ശേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃശീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ
നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം. രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമോ നാരായണായ. നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. എല്ലാവർക്കും തൃശ്ശൂർ പൂരം ആശംസകൾ. അല്ലെ, പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിൻ്റെ എല്ലാ ആശംസകളും വടക്കുംനാഥൻ്റെയും പാറമേക്കാവിലമ്മയുടെയും തിരുവമ്പാടി കണ്ണൻ്റെയും നെയ്തലക്കാവിലമ്മയും അതുപോലെ തൃശ്ശൂരിൻ്റെ ചുറ്റുമുള്ളതായിട്ടുള്ള സകല ദേവത ക്ഷേത്രങ്ങളുടെയും എല്ലാം പൂരമാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർക്കാർക്ക് അല്ലെങ്കിൽ കേരളീയർക്ക് തന്നെ ഒരു ദേശീയോത്സവം എന്ന് തന്നെ പറയാം. ലോക പ്രശസ്തമായിട്ടുള്ള പല കാര്യങ്ങളിലും അനിതര സാധാരണമായ അല്ലേ ഒരു യുണീക്ക്നെസ് സൂക്ഷിക്കുന്ന ഉത്സവം. തൃശ്ശൂരുകാരുടെ മൊത്തം ഉത്സവം. അവിടുത്തെ ഹിന്ദുക്കളുടെ മാത്രമല്ല, അവിടെയുള്ള എല്ലാ ജാതി മതസ്ഥരും ആഘോഷിക്കുന്ന ഉത്സവം. എല്ലാം ഭംഗിയായി തീരട്ടെ. എല്ലാവർക്കും അത് ആനന്ദം നൽകട്ടെ, ഭഗവാന്റെ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഹരി ഓം. അതുപോലെ ഭാരതത്തിലെ പാർലമെന്റ് ഇലക്ഷൻ്റെ ആദ്യത്തെ ഘട്ടം ഇന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് തമിഴ്നാട്ടിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ഭാഗികമായും മറ്റുമൊക്കെ വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരും അതാത് ദേശത്തുള്ളവർ അവരവരുടേതായിട്ടുള്ള കർത്തവ്യം നിർവഹിക്കുക, സമ്മതിദാന അവകാശം ഉപയോഗിക്കുക. എല്ലാവരും ഉത്തമന്മാരായ യോഗ്യന്മാരായ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക. സനാതനധർമ്മത്തെ രക്ഷിക്കുന്നവരായ ആളുകൾക്ക് വോട്ട് ചെയ്യുക. ഹരി ഓം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. നമുക്കിന്ന് കുറച്ചു നേരം ഭാഗവത ജ്ഞാനഗംഗ അതിലാറാടാം. അഷ്ടമസ്കന്ധത്തിലെ 16-ാം അധ്യായം ഇന്ന് 3-ാമത്തെ ക്ലാസ്സാണ്. അതിഥിയുടെ സങ്കടം തീർക്കാൻ കശ്യപ പ്രജാപതി അതിഥിക്ക് ഭഗവാനെ ഭജിക്കാനായിട്ടുള്ള ഉപദേശം കൊടുത്തു. എങ്ങനെയാണ് ഭഗവാനെ ഭജിക്കാനുള്ള എളുപ്പവഴി എന്ന് ചോദിച്ച അതിഥിക്ക് കശ്യപ പ്രജാപതി ബ്രഹ്മദേവൻ പണ്ട് തനിക്ക് ഉപദേശിച്ചതായിട്ടുള്ള പയോവ്രതം എന്നുള്ള വ്രതം ഉപദേശിക്കുന്ന ഭാഗമാണ് ഇനി നമ്മൾ കാണാനുള്ളത്. നമുക്കെന്തായാലും ഇന്നലെ എടുത്ത ഭാഗങ്ങളും ഇനി എടുക്കാനുള്ള ഭാഗങ്ങളും വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ അഷ്ടമസ്കന്ധേ ഷോഡശോऽധ്യായഃ. ശ്രീശുക ഉവാച.
ഏവം പുത്രേഷു നഷ്ടേഷു ദേവമാതാദിതിസ്തദാ ഹൃദേ ത്രിവിഷ്ടപേ ദൈത്യൈഃ പര്യതപ്യതനാഥവത് ഏകദാ കശ്യപസ്തസ്യാഃ ആശ്രമം ഭഗവാനഗാത് നിരുത്സവം നിരാനന്ദം സമാധേർവിരതശ്ചിരാത് സപത്നീം ദീനവദനാം കൃതാസന പരിഗ്രഹഃ സ്വഭാജിതോ യഥാ ന്യായം ഇതമാഹ കുരുദ്വഃ അപ്യഭദ്രം ന വിപ്രാണാം ഭദ്രേ ലോകേ അധുനാഗതം ന ധർമ്മസ്യ ന ലോകസ്യ മൃത്യോശ്ചന്ദാനുവർത്തിനഃ അപിവാകുശലം കിഞ്ചിത് ഗൃഹേഷു ഗൃഹമേദിനി ധർമ്മസ്യ അർത്ഥസ്യ കാമസ്യ യത്ര യോഗോ ഹ്യയോഗിനാം അപിവാദിതയോ അഭ്യേത്യ കുടുംബാസക്തയാ ത്വയാ ഗൃഹാദപൂജിതായാദാഃ പ്രത്യുത്ഥാനേന വാ ക്വചിത് ഗൃഹേഷു യേഷു അതിദയോ നാർച്ചിതാഃ സലിലൈരപി യദി നിർയാന്തി തേ നൂനം ഭേരുരാജഗൃഹോപമാഃ അപ്യഗ്നയസ്തു വേലായാം ന ഹുതാഃ വിശാസതി ത്വയോദ്വിഗ്നധിയാ ഭദ്രേ പ്രോഷിതേ മയി കർഹിചിത് യത്പൂജയാ കാമദുഘാൻ യാതി ലോകാൻ ഗൃഹാൻവിദഃ ബ്രാഹ്മണോഗ്നിശ്ച വൈ വിഷ്ണോഃ സർവദേവാത്മനോ മുഖം അപി സർവേ കുശലിനഃ തവ പുത്രാ മനസ്വിനി ലക്ഷയേ അസ്വസ്ഥമാത്മാനം ഭവത്യാ ലക്ഷണൈരഹം അതിതിരുവാച ഭദ്രം ദ്വിജഗവാം ബ്രഹ്മൻ ധർമ്മസ്യാസ്യ ജനസ്യ ച ത്രിവർഗസ്യ പരം ക്ഷേത്രം ഗൃഹമേധിൻ ഗൃഹായിമേ അഗ്നയോ അതിദയോ ഭൃത്യാ ഭിക്ഷവോ യേ ച ലിപ്സവഃ സർവം ഭഗവതോ ബ്രഹ്മൻ അനുദ്യാനാം നരിഷ്യതി കോ नु मे ഭഗവൻ കാമോ ന സമ്പദ്യേത മാനസഃ യസ്യ ഭവാൻ പ്രജാധ്യക്ഷ ഏവം ധർമാൻ പ്രഭാഷത്തെ തവൈവ മാരീച മനഃശരീരജാഃ പ്രജാ ഇമാ സത്വരജസ്തമോജുഷഃ സമോ ഭവാൻ താസു അസുരാദിഷു പ്രഭോ തദ് അവിഭക്തം ഭജതേ മഹേശ്വരഃ തസ്മാദീശ ഭജന്ത്യാ മേ ശ്രേയശ്ചിന്തയ സുവ്രത ഹൃദശ്രിയോ ഹൃദസ്ഥാനാൻ സപത്നൈ പാഹി നഃ പ്രഭോ പരൈർവിവാസിദാസാഹം അഗ്നാവ്യസനസാഗരേ ഐശ്വര്യം ശ്രീര്യശസ്ഥാനം ഹൃദാനി പ്രബലൈർമമ യദാ താനി പുനഃ സാദോ പ്രപദ്യേരന്മമാത്മജാഃ തഥാ വിദേഹി കല്യാണം ധിയാ കല്യാണകൃത്തമ ശ്രീശുക ഉവാച ഏവമഭ്യർത്ഥിതോ ആദിത്യ കസ്താമാഹസ്മയന്നിവ അഹോ മായാബലം വിഷ്ണോഃ സ്നേഹബദ്ധമിദം ജഗത് ക്വ ദേഹോ ഭൗതികോ അനാത്മാ ക്വ ചാത്മാ പ്രകൃതേഃ പരഃ കസ്യ കേപതിപുത്രാദ്യ മോഹ ഏവ ഹി കാരണം ഉപതിഷ്ഠസ്വ പുരുഷം ഭഗവന്തം ജനാർദ്ദനം സർവഭൂതഗുഹാവാസം വാസുദേവം ജഗദ്ഗുരും സവിധാസ്യതി തേ കാമാൻ ഹരിർദീനാനുകമ്പനഃ അമോഘാ ഭഗവൽഭക്തിഃ നേതരേതി മതിർമമ അതിതിരുവാച കേനാഹം വിധിനാ ബ്രഹ്മൻ ഉപസ്ഥാസ്യേ ച കൽപ്പതിം യഥാ മേ സത്യസങ്കൽപോ വിദധ്യാത് സമനോരഥം ആദിശത്വം ദ്വിജശ്രേഷ്ഠ വിധിം തദുപധാവനം ആശുതുഷ്യതി മേ ദേവഃ സീതന്ത്യാഃ സഹ പുത്രകൈഃ കശ്യപ ഉവാച ഏതന്മേ ഭഗവാൻ പൃഷ്ടഃ പ്രജാകാമസ്യ പദ്മജഃ യഥാഹ തേ പ്രവക്ഷ്യാമി വ്രതം കേശവതോഷണം ഫാൽഗുനസ്യാമലേ പക്ഷേ ദ്വാദശാഹം പയോവ്രതഃ അർച്ചയേദരവിന്ദാക്ഷം ഭക്ത്യാ പരമയാന്വിതഃ ശ്രീനിവാല്യാം മൃദാലിപ്യ സ്നായാ ക്രോഡവിദീർണയാ യദി ലഭ്യേത വൈ സ്രോതസി ഏതം മന്ത്രമുദീരയേത് ത്വം ദേവി ആദിവരാഹേണ രസായാസ്ഥാനമിച്ഛതാ ഉദ്ധൃതാസി നമസ്തുഭ്യം പാപ്മാനം മേ പ്രണാശയ നിർവർത്തിതാത്മനിയമോ ദേവമർച്ചേത് സമാഹിതഃ
अर्चायां स्तण्डिले सूर्ये जले वह्नौ गुरौ अपि नमस्तुभ्यं भगवते पुरुषाय महीयसे सर्वभूतनिवासाय वासुदेवाय साक्षिणे नमो अव्यक्ताय सूक्ष्माय प्रधानपुरुषाय च चतुर्विंशद्गुणज्ञाय गुणसङ्ख्यानहेतवे नमो द्विशीर्ष्णे त्रिपदे चतुःशृङ्गाय तन्दवे सप्तहस्ताय यज्ञाय त्रयीविद्यात्मने नमः नमः शिवाय रुद्राय नमः शक्तिधराय च सर्वविद्याधिपतये भूतानां पतये नमः नमो हिरण्यगर्भाय प्राणाय जगदात्मने योगैश्वर्यशरीराय नमस्ते योगहेतवे नमस्ते आदिदेवाय साक्षिभूताय ते नमः नारायणाय ऋषये नराय हरये नमः नमो मरगदश्यामवपुषे अधिगतश्रिये केशवाय नमस्तुभ्यं नमस्ते पीतवाससे त्वं सर्ववरदः पुंसां वरेण्या वरदर्शवा अतस्ते श्रेयसे धीराः पादरेणुमुपासते अन्ववर्तन्दयं देवाः श्रीश्च तल्पादपद्मयोः स्पृहयन्तैवामोदं भगवान् मे प्रसीदताम् एतैर्मन्त्रैर्ऋषिकेशम् आवाहनपुरस्कृतम् अर्चयेत् श्रद्धया युक्तः पाद्योपस्पर्शनादिभिः अर्चित्वा गन्धमाल्याद्यैः पयसा स्नपयेद्विभुम् वस्त्रोपवीताभरणपाद्योपस्पर्शनैस्ततः गन्धधूपादिभिश्चार्चेत् द्वादशाक्षरविद्यया श्रुतं पयसि नैवेद्यं शाल्यन्नं विभवे सति ससर्पिः सगुडं दत्त्वा जुहुयात् मूलविद्यया निवेदितं तद्भक्ताय दद्यात् भुञ्जीत वा स्वयं दत्त्वा चमनमर्चित्वा ताम्बूलं च निवेदयेत् जपेदष्टोत्तरशतं स्तुवीतस्तुतिभिः प्रभुं कृत्वा प्रदक्षिणं भूमौ प्रणमेद्दण्डवन्मुदा कृत्वा शिरसि तच्छेषां देवमुद्वासयेत्तदः द्यवरान् भोजयेद्विप्रान् पायसेन यथोचितम् भुञ्जीत तैरनुज्ञातः शेषं श्रेष्ठः सभाजितैः ब्रह्मचार्यतद्रात्र्यां शोभूते प्रथमे अहनि स्नातः शुचिर्यथोक्तेन विधिना सुसमाहितः पयसा स्नापयित्वार्चेत् यावत् व्रतसमापनम् पयोभक्षो व्रतमिदं चरेद् विष्णुर्चनादृतः पूर्ववज्जुहुयादग्निं ब्राह्मणान् चाभिभोजयेत् एवं तु अहरः कुर्यात् द्वादशाहं पयोव्रतः हरेराराधनं होमम् अर्हणं द्विजतर्पणम् प्रतिपद्दिनमारभ्य यावत् शुक्लत्रयोदशी ब्रह्मचर्यमदस्वप्नं स्नानं त्रिश्रवणं चरेत् वर्जयेद सदालापं भोगानुच्चावजांस्तदा अहिंस्रः सर्वभूतानां वासुदेवपरायणः त्रयोदश्यामदो विष्णोः स्नपनं पञ्चकैर्विभोः कारयेत् शास्त्रदृष्टेन विधिना विधिकोविदैः पूजां च महतीं कुर्याद् वित्तषाढ्यविवर्जितः चरुं निरूप्य पयसी विविष्टाय विष्णवे श्रुतेन तेन पुरुषं यजेदः सुसमाहितः नैवेद्यं चादिगुणवत् दद्यात् पुरुषतुष्टिदम् आचार्यं ज्ञानसम्पन्नं वस्त्राभरणधेनुभिः तोषयेत् ऋत्विजश्चैव तद्विद्याराधनं हरेः भोजयेतान् गुणवदा सदन्नेन शुचिस्मिते अन्यांश्च ब्राह्मणान् शक्त्याय च तत्र समागताः दक्षिणां गुरवे दद्यात् ऋत्विग्भ्यश्च यदार्हतः अन्नाद्येनाश्वपाकांश्च प्रीणयेत् समुपागतान् भुक्तवल्सु च सर्वेषु दीनान्दकृपणेषु च विष्णोस्तल्प्रीणनं विद्वान् भुञ्जीत सह बन्धुभिः नृत्यवादित्रगीतैश्च स्तुतिभिः स्वस्तिवाचकैः
കാരയേ തത്കദാഭിശ്ച പൂജാം ഭഗവതോന്വഹം ഏതത്പയോവ്രതം നാമ പുരുഷാരാധനം പരം പിതാമഹേനാഭിഹിതം മയാ തേ സമുദാഹൃതം ത്വം ചാനേന മഹാഭാഗേ സമ്യക് ചീർണേന കേശവം ആത്മനാ ശുദ്ധഭാവേന നിയതാത്മാ ഭജാവ്യയം അയം വൈ സർവയജ്ഞാഖ്യഃ സർവവ്രതമിതി സ്മൃതം തപസ്സാരമിദം ഭദ്രേ ദാനം ച ഈശ്വരതർപ്പണം തയേവ നിയമാ സാക്ഷാത് തയേവ ച യമോത്തമാഃ തപോദാനം വ്രതം യജ്ഞോ യേന തുഷ്യത്യദോക്ഷജഃ തസ്മാത് ഏതദ്വ്രതം ഭദ്രേ പ്രയതാ ശ്രദ്ധയാ ചര ഭഗവാൻ പരിതുഷ്ടസ്തേവരാനാശു വിദാസ്യതി. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ അതിഥിപയോവ്രതകഥനം നാമ ഷോഡശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഒരിക്കൽ കൂടെ സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. തൃശൂർ പൂരം ആശംസകൾ. നാരായണ നാരായണ. ഒരു മിനിറ്റ്, ഇതിൽ ഇത്തിരി വെള്ളം കൊണ്ട് തരുമല്ലോ. വെള്ളം കാലിയായി. നാരായണ. ഓ, ഇത് നമ്മൾ വാമനാവതാര ചരിതം അല്ലെങ്കിൽ മഹാബലി ചരിതം 15-ാം അധ്യായം മുതൽ ആരംഭിച്ചു. മഹാബലി ശുക്രാചാര്യരുടെയും മറ്റു ബ്രാഹ്മണരുടെയും അനുഗ്രഹം കൊണ്ട് ശക്തി പ്രാപിച്ച് ദേവലോകം പിടിച്ചടക്കിയതും ദേവന്മാർ സ്ഥാനഭ്രഷ്ടരായി അലഞ്ഞു തിരിയുന്നൊരവസ്ഥ വന്നതും, അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ കശ്യപ പ്രജാപതി അതിഥിയുടെ ആശ്രമത്തിലേക്ക് വന്ന സമയത്ത് അതിഥിയുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ധർമ്മപരങ്ങളായ ചോദ്യങ്ങളാണ് ആദ്യം ചോദിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള ധർമ്മത്തിന് നീ കുറവ് വരുത്തിയോ? അതായിരിക്കുമല്ലോ നിന്റെ വിഷമത്തിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ആയിരുന്നില്ല. ആ അതിഥി തൻ്റെ മക്കളുടെ കാര്യം ആലോചിച്ചുകൊണ്ടാണ് വിഷമിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ചോദ്യം ചോദിച്ചപ്പോൾ ആ കാര്യങ്ങളെ അതിഥി കശ്യപ പ്രജാപതിയോട് പറഞ്ഞു. അങ്ങയ്ക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ്, എങ്കിലും അങ്ങയെ ഭജിക്കുന്നവരെ അങ്ങ് അനുഗ്രഹിക്കുക എന്നുള്ളതാണ് ധർമ്മം. ഭഗവാൻ അങ്ങനെയാണ്, മഹേശ്വരൻ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ മക്കളുടെ നഷ്ടപ്പെട്ടതായിട്ടുള്ള ഐശ്വര്യമെല്ലാം വീണ്ടെടുത്തു തരണം എന്നാണ് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിച്ചത്. പരൈർവിവാസിദാസാഹം മഗ്നാ വ്യസനസാഗരേ ഐശ്വര്യം ശ്രീയശസ്ഥാനം ഹൃദാനി പ്രബലൈർ മമ യഥാ താനി പുനഃസാദോ പ്രപദ്യേരൻ മമ ആത്മജാഹ തഥാ വിദേഹി കല്യാണം ദിയാ കല്യാണകൃത്തമ. അപ്പോൾ എപ്രകാരമായാൽ മമ ആത്മജാഹ എൻ്റെ പുത്രന്മാര് പുനഃ താനി പ്രപദ്യേരൻ വീണ്ടും അവയെ പ്രാപിക്കുമോ? തഥാ വിദേഹി അപ്രകാരം അങ്ങയുടെ ബുദ്ധി കൊണ്ട് ഞങ്ങൾക്ക് കല്യാണത്തെ ചെയ്താലും മംഗളത്തെ ചെയ്താലും എന്ന് അഭ്യർത്ഥിച്ചു. അത് കേട്ട് ചിരിച്ചുകൊണ്ട് കശ്യപൻ മറുപടി പറഞ്ഞു, മായാബലം വിഷ്ണോഹോ സ്നേഹബദ്ധമിതം ജഗത്. ഭഗവാന്റെ മായ ഈ ജഗത്ത് മുഴുവൻ രാഗദ്വേഷങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്നു. ഭഗവാന്റെ മായ
കാരണമാണ് നമുക്ക് ചിലതിനോട് സ്നേഹവും ചിലതിനോട് ദ്വേഷവും ഉണ്ടാകുന്നത്. ഭൗതികമായ ഈ ദേഹം, അനാത്മാവായ ഈ ദേഹം എവിടെ കിടക്കുന്നു? പ്രകൃതിക്ക് അതീതമായിരിക്കുന്ന ആത്മസ്വരൂപം എവിടെ കിടക്കുന്നു? വാസ്തവത്തിൽ ആരാണ് പതി, പുത്രൻ എന്നൊക്കെയുള്ളതായിട്ടുള്ള ഭാവം എല്ലാം മോഹം കൊണ്ടുള്ള തോന്നൽ മാത്രമാണ്. മോഹയേവഹി കാരണം. അപ്പോൾ ഇനിയിപ്പോൾ തൽക്കാലം മോഹം ബാധിച്ചു പോയിരിക്കുന്നു. അപ്പോൾ പിന്നെ ബാധിച്ച രോഗത്തിന് ചികിത്സ വേണം. 2 തരത്തിലും ചികിത്സ വേണം. ഒന്ന്, മോഹം കൊണ്ടുണ്ടായിട്ടുള്ള മാതൃപുത്ര ബന്ധം, മമത, അത് പ്രകാരം മക്കൾക്ക് ഐശ്വര്യം ഉണ്ടാവണം. അപ്പോഴേ അമ്മയ്ക്ക് സന്തോഷമാവുള്ളൂ. അതും നടക്കട്ടെ. ഈ മോഹം തീർത്തും ഇല്ലാതായി എല്ലാവരുടെ മക്കളെയും ഒരുപോലെ കാണാൻ കഴിയട്ടെ. രണ്ടിനും ഒരേ ഉപായമാണുള്ളത്. ഉപതിഷ്ഠസ്വ പുരുഷം ഭഗവന്തം ജനാർദ്ദനം സർവഭൂതഗുഹാവാസം വാസുദേവം ജഗദ്ഗുരു. ആ ഭഗവാൻ വാസുദേവനെ, ജഗദ്ഗുരുവായ ജനാർദ്ദനനെ, അജ്ഞാനത്തെ നശിപ്പിക്കുന്നവനായ ഭഗവാനെ ഉപതിഷ്ഠസ്വ, ഉപാസന ചെയ്താലും അദ്ദേഹം നിന്റെ കാമങ്ങളെ അനുഗ്രഹിച്ചു തരും. ദീനാനുകമ്പന, ദീനന്മാരോട് അനുകമ്പയുള്ളവനാണ്. ആ ഭഗവാന്റെ നേരെയുള്ളതായിട്ടുള്ള ഭക്തി ഒരിക്കലും വൃഥാവിലാവില്ല. അമോഘാ ഭഗവത് ഭക്തി ന ഇതരാ ഇതി മതിർമമ. എന്നാൽ മറ്റുള്ള ലോകത്തിൽ ആരോടുള്ള അന്യദേവന്മാരോടോ അന്യ വസ്തുക്കളോടോ അന്യ വ്യക്തികളോടോ ഒക്കെ ഉള്ളതായിട്ടുള്ള സ്നേഹം വൃഥാവിലാവുകയേ ഉള്ളൂ. എങ്കിലും അത് അറിഞ്ഞുകൊണ്ടും അറിയാതെ കണ്ടും പലരും അന്യവസ്തുക്കളെ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാനെയാണ് ഭജിക്കേണ്ടത്. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. അപ്പോ ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത്തന്വാ വാചാദിയാ വാ ഭജതി ബദജനഃ ക്ഷുദ്രദൈവ സ്ഫുടേയം. എന്നാൽ ഏതേ താവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവ ആശ്രയാമ. ആ ഒരു ഭാവം വരണം. അല്ലെ, വിശ്വപീഡാപഹത്യൈ, എല്ലാ പീഡകളുടെയും നാശത്തിനായിക്കൊണ്ട്, സർവപീഡാപഹത്യൈ നിശേഷാത്മാനം ഏനം ഗുരുപവനപുരാധീശം ഏവ ആശ്രയാമ. എല്ലാവരുടെയും ആത്മസ്വരൂപനായിരിക്കുന്ന ആ ഗുരുവായൂരപ്പനെ മാത്രം ഞങ്ങൾ ആശ്രയിക്കുന്നു. ബാക്കി ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. ബാക്കി വല്ലതിനെയൊക്കെ ആശ്രയിക്കുന്നത് ക്ഷുദ്രദൈവ സ്ഫുടേയം. ഇയം സ്ഫുടാ ക്ഷുദ്രതായേവ. വ്യക്തമായ അല്പത്തരമാണ്, മൂഢത്തരമാണ്, വിഡ്ഢിത്തരമാണ്. എന്നാലും ദുർലഭമായ വസ്തു സുലഭമായി കയ്യിൽ കിട്ടിയിട്ടും, അല്ലേ, ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത്തന്വാ വാചാ ദിയാവാ ഭജതി ബദജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം. മൂഢജനങ്ങള് ഏറ്റവും എളുപ്പത്തിൽ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഭഗവാനെ വിട്ടിട്ട് കിട്ടാത്ത വസ്തുക്കളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നു. മുൾച്ചെടികളുടെ പുറകെ പോകുന്ന ഒട്ടകങ്ങളെ പോലെ, പെൺകഴുതയുടെ തൊഴിയേറ്റിട്ടും പിന്നെയും പിന്നെയും പുറകിൽ പോകുന്ന ആൺകഴുതകളെ പോലെ, അല്ലേ, ഇങ്ങനെ വീണ്ടും വീണ്ടും പിന്നിൽ ദുഃഖം തന്നെ വന്നിട്ടും അതിൻ്റെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു മൂഢജനങ്ങൾ. ആനന്ദസ്വരൂപനായ അനന്തസ്വരൂപനായ സച്ചിദാനന്ദസ്വരൂപനായ ഭഗവാനെ മറന്നിട്ട്. ക്ഷുദ്രദൈവ സ്ഫുടേയം. അല്പത്തരം തന്നെയാണ്, അറിവില്ലായ്മ തന്നെയാണ്, ബാലന്മാർ തന്നെയാണ് അവരൊക്കെ. അപ്പോൾ ഇവിടെയും അമോഘ ഭഗവത് ഭക്തി ന ഇതരായി മതിർമമ. ഭഗവാന്റെ നേരെയുള്ള ഭക്തി മാത്രമാണ് അമോഘമാകുന്നത്. ബാക്കിയൊന്നും അമോഘമല്ല
എല്ലാം മോഘം. മോഘാശ മോഘകർമാണ മോഘജ്ഞാന വിചേതസഃ രാക്ഷസീം ആസുരീം ബുദ്ധിം. രാക്ഷസ ആസുര സ്വഭാവത്തോടുകൂടെ അങ്ങനെയുള്ള ദേവതകളെയൊക്കെ ഭജിക്കുന്നു. മോഘാശന്മാരും മോഘകർമാക്കളും മോഘജ്ഞാനന്മാരുമായിട്ടുള്ള മൂഢന്മാർ. അപ്പോൾ അതുകൊണ്ട് എല്ലാ തെറ്റിദ്ധാരണകളും നീങ്ങാനും ശാന്തി ഉണ്ടാകാനുമായി ഭഗവാനെ ഭജിച്ചോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് അതിഥി ചോദിച്ചു, കേനാഹം വിദിനാ ബ്രഹ്മൻ ഉപസ്ഥാസ്യേ ജഗൽപതിം യഥാ മേ സത്യസങ്കൽപ്പോ വിദധ്യാത് സ മനോരഥം. ഹേ ബ്രഹ്മൻ, കേന വിദിനാ അഹം ജഗൽപതിം ഉപസ്ഥാസ്യേ. ഏത് വിധിപ്രകാരമാണ് ഞാൻ ജഗൽപതിയെ ഉപാസന ചെയ്യേണ്ടത്? എപ്രകാരമായാൽ സത്യസങ്കൽപ്പനായ ഭഗവാൻ മേ മനോരഥം വിദധ്യാത്, എന്റെ മനോരഥത്തെ സാധിച്ചു തരും. ആദിശത്വം ദ്വിജശ്രേഷ്ഠ വിധിം തതുപധാവനം ആശു തുഷ്യതി മേ ദേവഃ സീതന്ത്യാ സഹ പുത്രകൈഹി. ആ ഭഗവാനെ ഉപാസിക്കാനുള്ള തതുപധാവനം വിധിം ത്വം മേ ആദിശ, അങ്ങ് എനിക്ക് ഉപദേശിച്ചാലും. എപ്രകാരമായാൽ സഹപുത്രകൈഹി സീതന്ത്യാഹ മേ, പുത്രകന്മാരോടുകൂടി തളർന്നിരിക്കുന്ന ക്ഷീണം ബാധിച്ചിരിക്കുന്നവളായ എൻ്റെ നേർക്ക് ദേവഃ ആശു തുഷ്യതി, ആ ഭഗവാൻ എളുപ്പത്തിൽ സന്തോഷിക്കും. ആ മാർഗം, ഭഗവാനെ എളുപ്പത്തിൽ സന്തോഷിക്കാനുള്ള മാർഗം പറഞ്ഞു തരൂ എന്നാണ് ആവശ്യപ്പെട്ടത്. ഇതിന് മറുപടിയായിട്ടാണ് ഭഗവാൻ കശ്യപ പ്രജാപതി തനിക്ക് മുമ്പ് ബ്രഹ്മദേവൻ ഉപദേശിച്ച പയോവ്രതം വിസ്തരിച്ച് ഉപദേശിക്കുന്നു. നമുക്ക് നോക്കാം. കശ്യപ ഉവാച ഏതന്മേ ഭഗവാൻ പൃഷ്ടഃ പ്രജാകാമസ്യ പത്മജഃ യദാഹതേ പ്രവക്ഷ്യാമി വ്രതം കേശവതോഷണം. കശ്യപ ഉവാച ഏതന്മേ ഭഗവാൻ പൃഷ്ടഃ പ്രജാകാമസ്യ പത്മജഃ യദാഹതേ പ്രവക്ഷ്യാമി വ്രതം കേശവതോഷണം. പ്രജാകാമസ്യ മേ, പ്രജകളെ കാമിച്ചവനായ എനിക്ക്, കശ്യപ പ്രജാപതിക്ക് ആദ്യം പ്രജാകാമം ഉണ്ടായപ്പോൾ ഏതത് ഭഗവാൻ പത്മജഃ പൃഷ്ടഃ, ഏതത് ഇത് തന്നെ ഭഗവാൻ പത്മജഃ പൃഷ്ടഃ, ഭഗവാൻ പത്മജൻ, പത്മത്തിൽ നിന്ന് ജനിച്ചവൻ, ആ പത്മഭൂ പത്മസംഭവൻ എന്നൊക്കെ പറയുന്ന ഭഗവാൻ ബ്രഹ്മദേവൻ, സർവജ്ഞനായ ബ്രഹ്മദേവൻ പൃഷ്ടഃ ചോദ്യം ചെയ്യപ്പെട്ടു. ആരാൽ? എന്നാൽ, പ്രജാകാമനായ എന്നാൽ പ്രശ്നം ചെയ്യപ്പെട്ടവനായിട്ടുള്ള ആ പ്രജാപതിയായ ബ്രഹ്മദേവൻ യത് ആഹ, എന്തൊന്ന് എന്നോട് പറഞ്ഞുവോ, കേശവതോഷണം വ്രതം തേ പ്രവക്ഷ്യാമി, കേശവനെ തോഷിപ്പിക്കുന്നതായിട്ടുള്ള ആ വ്രതം നിനക്കായിക്കൊണ്ട് ഞാൻ നന്നായി പറഞ്ഞു തരാം. പ്രകർഷേണ വക്ഷ്യാമി. അപ്പോൾ എനിക്കും നിന്നെപ്പോലെ ഇതുപോലെയുള്ളതായിട്ടുള്ളൊരു പ്രജാകാമം ഉണ്ടായി, പ്രജകൾക്ക് വേണ്ടിയിട്ടുള്ള കാമമുണ്ടായി. നിനക്കുള്ളത് പ്രജകളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള കാമമാണ്, എനിക്കുള്ളത് പ്രജകൾ ഉണ്ടാവാൻ വേണ്ടിയുള്ള കാമമായിരുന്നു. അപ്പോൾ പ്രജാകാമനായ ഞാൻ കേശവനെ തോഷിപ്പിക്കാനായിക്കൊണ്ട്, അല്ലെങ്കിൽ ബ്രഹ്മദേവനോട് എന്താണ് ഉപായം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് ഉപദേശിച്ചതാണ് കേശവതോഷണമായിട്ടുള്ള ആ ഭഗവാനെ പ്രസാദിപ്പിക്കാനുള്ള വ്രതം. കേശവതോഷണം വ്രതം, കേശവനെ തോഷിപ്പിക്കുന്നതായിട്ടുള്ള വ്രതം, കേശവനെ പത്മനാഭനാക്കുന്ന വ്രതം. കേശവനായിരിക്കുമ്പോൾ പ്രളയാവസ്ഥയിലുള്ള നാരായണനാണ്. പ്രളയാവസ്ഥയിൽ നാഭിയിൽ കമലമില്ല, മറ്റേ ബ്രഹ്മദേവനും ഉദിച്ചിട്ടില്ല, പ്രളയകാലാവസ്ഥയിലുള്ളതാണ്. അങ്ങനെയുള്ള ആ കേശവൻ തോഷിച്ചാലോ അദ്ദേഹം തൻ്റെ നാഭിയിൽ നിന്ന് ഈ ലോകമാകുന്ന കമലത്തെ സൃഷ്ടിച്ച് അതിൽ സൃഷ്ടികർത്താവായി ബ്രഹ്മദേവനെയും അദ്ദേഹത്തിലൂടെ ലോക പ്രജകളെയും മുഴുവൻ സൃഷ്ടിക്കുന്നു. അപ്പോൾ കേശവൻ തോഷിക്കട്ടെ.
അല്ലേ, പ്രജകളുടെ തൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നവരായ പ്രജകളുടെ പ്രാർത്ഥന കൊണ്ടാണ് കേശവൻ സൃഷ്ടിയെ ചെയ്യുന്നത്. അവ്യക്ത രൂപത്തിൽ ശരീരങ്ങളില്ലാതെ പ്രളയാവസ്ഥയിൽ അനേക ജീവന്മാർ മുക്തി കിട്ടാതെ ഭഗവാനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അവർക്കൊക്കെ ഓരോ ശരീരങ്ങളും അതിലൂടെ ഭഗവാനെ സേവിക്കാനുള്ള ലോകവും അവസരങ്ങളും ഭഗവാൻ സൃഷ്ടിച്ചു കൊടുത്തു. നിങ്ങൾ അവരവരുടെ കർമ്മങ്ങളെ കൊണ്ട് എന്നെ ആരാധിക്കുവിൻ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് നിങ്ങൾക്ക് പക്വത വന്ന് അവസാനം നിങ്ങൾ എന്നെ പ്രാപിച്ച് ഇനിയൊരു ജന്മം ഇല്ലാത്ത രീതിയിലേക്ക് നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരുവിൻ എന്നുള്ള അർത്ഥത്തിൽ ഭഗവാൻ എല്ലാവർക്കും അവസരം നൽകിയതാണ്. എല്ലാവർക്കും പക്വതയാർജിക്കാൻ, മുക്തിക്ക് വേണ്ട പ്രയത്നം ചെയ്യാൻ അവസരം നൽകിയതാണ് ഈ സൃഷ്ടി. അപ്പോൾ കേശവനെ സന്തോഷിപ്പിക്കാനുള്ളതായിട്ടുള്ള ആ വ്രതം എൻ്റെ മുത്തശ്ശൻ എനിക്ക് ഉപദേശിച്ചു. എൻ്റെ അച്ഛൻ മരീചിയാണ്, മരീചിയുടെ അച്ഛനാണ് ബ്രഹ്മദേവൻ. ആ ബ്രഹ്മദേവൻ എനിക്ക് ഉപദേശിച്ചത് നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയണം. അപ്പോൾ ഇനി മുതൽ വേണമെങ്കിൽ ബ്രഹ്മോവാച എന്ന് ചേർക്കാം. ബ്രഹ്മവചനമാണ്. ഭാൽഗുണസ്യാമലേ പക്ഷേ ദ്വാദശാഹം പയോവ്രതഃ അർച്ചയേതരവിന്ദാക്ഷം ഭക്ത്യാ പരമയാന്വിതഃ. ഭാൽഗുണസ്യാമലേ പക്ഷേ ദ്വാദശാഹം പയോവ്രതഃ അർച്ചയേതരവിന്ദാക്ഷം ഭക്ത്യാ പരമയാന്വിതഃ. ഭാൽഗുനസ്യ അമലേ പക്ഷേ. ഭാൽഗുനം എന്നുള്ളത് നമുക്ക് മീനമാസത്തിന് സമാനമായിട്ടുള്ളതാണ്. ഭാൽഗുനം കഴിഞ്ഞാലാണ് ചൈത്രം, ചൈത്രം കഴിഞ്ഞാൽ വൈശാഖം. അപ്പോൾ ഭാൽഗുനം എന്ന് പറയുമ്പോൾ മീനമാസം കഴിഞ്ഞുപോയി അല്ലേ. ഇപ്പോൾ മേടമാസത്തിലെ അമലപക്ഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അമലപക്ഷം എന്ന് പറയുമ്പോൾ വെളുത്ത പക്ഷമാണ്. അമലേ പക്ഷേ എന്ന് പറയുമ്പോൾ ശുക്ലേ പക്ഷേ എന്നർത്ഥം. അപ്പോൾ ശുക്ലപക്ഷം നടക്കുന്നു. ഇപ്പം ചൈത്രമാസമാണ് കഴിഞ്ഞത്, ഫാൽഗുന മാസം. ഇപ്പം മീനമാസത്തിൻ്റെ ശുക്ലപക്ഷത്തിൽ അമലേ പക്ഷേ ദ്വാദശാഹം പയോവ്രതഃ അർച്ചയേദരവിന്ദാക്ഷം ഭക്ത്യാ പരമയാന്വിതഃ. ഇവിടെ ദ്വാദശ അഹം 12 ദിവസം 12 പകലുകൾ ആചരിക്കുന്നതായിട്ടുള്ള വ്രതം, അതാണ് പയോവ്രതം. ഇവിടെ പയോവ്രതഃ എന്ന് പറയുമ്പോൾ പുല്ലിംഗ ശബ്ദം പയോവ്രതത്തോടുകൂടിയവൻ ആയിട്ട് എന്നാണ്. പയോവ്രതം അനുഷ്ഠിക്കുന്നവൻ പയോവ്രതഃ. ഇവിടെ പുല്ലിംഗ ശബ്ദം പ്രയോഗിച്ചു. കാരണം ബ്രഹ്മദേവൻ കശ്യപന് ഉപദേശിച്ചതാണ്. അത് അതേ രീതിയിൽ തന്നെ അങ്ങനെ കോട്ട് ചെയ്യണം. കശ്യപ പ്രജാപതിക്ക് ബ്രഹ്മദേവൻ ഉപദേശിച്ചത് അത് അതേപടി കോട്ട് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ ഭക്ത്യാ പരമയാന്വിതഃ എന്നും പുല്ലിംഗ ശബ്ദമാണ് പ്രയോഗിച്ചത്. പരമയാ ഭക്ത്യാന്വിതഃ, പരമമായ ഭക്തിയോടുകൂടിയവനായിട്ട്, ചേർന്നവനായിട്ട്, പയോവ്രതം അനുഷ്ഠിക്കുന്നവനായിട്ട് അരവിന്ദാക്ഷം അർച്ചയേത്, ആ താമരക്കണ്ണനെ അർച്ചിക്കേണ്ടതാണ്, പൂജിക്കേണ്ടതാണ്, ആരാധിക്കേണ്ടതാണ്. എത്ര ദിവസം? ദ്വാദശാഹ. അപ്പോൾ ഇവിടെ പയോവ്രതഃ ഭക്ത്യാ പരമയാന്വിതഃ എന്നുള്ളത് ആരാണോ അനുഷ്ഠിക്കുന്നവൻ അവനെ വിശേഷിപ്പിച്ചതാണ്. ദേവിയോട് പ്രത്യേകമായി സ്ത്രീലിംഗ ശബ്ദത്തിൽ പറയുകയാണെങ്കിൽ ദ്വാദശാഹം പയോവ്രതാ ഭക്ത്യാ പരമയാന്വിതാ എന്ന് ദീർഘമായി ആകാരാന്തത്തിൽ പറയേണ്ടിയിരുന്നു. ഇവിടെ പുല്ലിംഗ ശബ്ദമാണ് പ്രയോഗം. അത് കശ്യപ പ്രജാപതിയോട് ബ്രഹ്മദേവൻ പറഞ്ഞത് അതേപടി ഡിറ്റോ കോപ്പി ചെയ്യണം, കോട്ട് ചെയ്യണം. അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ എന്താ അവിടെ വിഷയം? 12 ദിവസം ഭഗവാനെ അരവിന്ദാക്ഷനെ അർച്ചിക്കണം. ഇതാണ് മുഖ്യ വിഷയം. അതിൽ പയോവ്രതത്തോട് കൂടിയവനായിട്ട്, പയസ്സിനെ ഈ ദിവസങ്ങളിൽ 12 ദിവസങ്ങളിൽ വ്രതമായി സ്വീകരിക്കുന്നത്. എങ്ങനെയാണ് വ്രതമാക്കുന്നത്, പയസ്സിനെ മാത്രം ഭരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് തുടർന്ന് പറയുന്നുണ്ട്. പാല് ആണ് പയസ്. അപ്പോൾ പാല് മാത്രം
ഭക്ഷിക്കുന്നവനായിട്ട്. ആ പാല് എന്തൊക്കെ ചെയ്തിട്ട് വേണം ഭക്ഷിക്കാനെന്നും കൂടി വിസ്തരിച്ച് പറയാൻ പോകുന്നു. അപ്പൊ മീനമാസത്തിലെ ശുക്ലപക്ഷത്തിൽ പ്രഥമ മുതൽ ആരംഭിച്ച് എന്നാണ് പറയുന്നുണ്ട് ഇവിടെ. സിനീവാല്യാം മൃദാലിപ്യ സ്നായാത് ക്രോഡവിതീർണയ യദി ലഭ്യേത വൈ സ്രോതസി ഏതം മന്ത്രം ഉദീരയേത്. സിനീവാലി എന്ന് പറഞ്ഞാൽ അമാവാസി ദിവസത്തെയാണ് പറയുന്നത്. രാഗ എന്ന് പറഞ്ഞാൽ പൗർണമിയും, സിനീവാലി എന്ന് പറഞ്ഞാൽ അമാവാസിയും. രാഗയുടെ ഓപ്പോസിറ്റാണ് സിനീവാലി. രാഗാചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പൗർണമി ചന്ദ്രൻ. രാഗാശശി, രാഗേന്ദു, അതിൻ്റെ ഓപ്പോസിറ്റാണ് സിനീവാലി. സിനീവാലിയിൽ ചന്ദ്രൻ ഇല്ല, അതുകൊണ്ട് വിശേഷിപ്പിക്കാറില്ല. സിനീവാലി എന്ന തിഥിയെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. വാവ് അമാവാസിക്ക് സിനീവാലി. അപ്പോൾ സിനീവാല്യാം, അപ്പോൾ പ്രഥമ മുതൽക്കാണ് വ്രതം ആരംഭിക്കേണ്ടതെങ്കിലും പ്രിപ്പറേഷൻ തലേ ദിവസം വാവുന്നാൾ തന്നെ ആരംഭിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. സിനീവാല്യാം മൃദ ആലിപ്യ സ്നായാത്. മൃദ എന്ന് പറഞ്ഞാൽ മൃത്തുകൊണ്ട്, മൃത്തെന്നാൽ മണ്ണ്, ആലിപ്യ ലേപനം ചെയ്തിട്ട് ശരീരമാസകലം മണ്ണ് പുരട്ടണം. അപ്പോൾ ഒരു മൃത് സ്നാനമാണ് പറഞ്ഞിരിക്കുന്നത്. സ്നായാത്, സ്നാനം ചെയ്യേണ്ടതാണ്. അപ്പം മണ്ണ് കൊണ്ടുള്ളതായിട്ടുള്ള ഒരു കുടി. എങ്ങനെയുള്ള മൃത്ത് അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നു. ക്രോഡവിതീർണയ. ക്രോഡം എന്ന് പറഞ്ഞാൽ പന്നി, കാട്ടുപന്നിയാണ് ക്രോഡം. വിതീർണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊമ്പ് കൊണ്ട് പിളർന്നിട്ടുള്ളത്, കിളച്ച് മറിച്ചിട്ടുള്ളത് എന്നൊക്കെ അർത്ഥം. അപ്പൊ പന്നി കിളച്ച മണ്ണ് കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് കുളിക്കണം. അത് ദേഹത്ത് തേച്ച് പുരട്ടി കുളിക്കണം. അല്ലേ, നമ്മുടെ അവിടെയൊക്കെ ഇഷ്ടം പോലെ കിട്ടും. പന്നി കിളച്ച് മറിക്കണമെങ്കിൽ പന്നിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കിഴങ്ങുള്ളതായിട്ടുള്ള വാഴയോ ചേമ്പോ ചേനയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും തേങ്ങ, മറ്റേ തെങ്ങ് വെച്ചാൽ പോലും അതിൻ്റെ അടിയിൽ തേങ്ങ ഉണ്ടെങ്കിൽ കുത്തിമറിച്ചെടുത്തോളും. അപ്പോൾ മണ്ണ് കിളച്ച് മറിക്കാൻ പന്നിയെ നമ്മൾ ആകർഷിക്കാനുള്ള വഴിയാണ് എന്തെങ്കിലും കിഴങ്ങ് വെച്ച് പിടിക്കുക. കപ്പയൊക്കെ വെച്ച് പിടിപ്പിച്ചാലും എത്ര ദൂരത്തു നിന്നുണ്ടെങ്കിലും അത് മണത്ത് പിടിക്കും. മണ്ണിൻ്റെ അടിയിലുള്ള സാധനം അത് മണത്ത് പിടിക്കും. അതാണ് പന്നി, അതിൻ്റെ മൂക്കിൻ്റെ എന്താ പറയുക കഴിവ്. അപ്പോൾ വരാഹമൂർത്തിയെ ഓർക്കുകയാണ് അല്ലേ. ക്രോഡവിതീർണയ മൃദ ആലിപ്യ സ്നായാത്. ശരീരം മുഴുവൻ പുരട്ടിയിട്ട് സ്നാനം ചെയ്യണം. അത് യതി ലഭ്യത എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ലഭിക്കുമെങ്കിൽ. ഇനിയിപ്പോൾ ലഭിച്ചില്ലെങ്കിൽ എന്താ ചെയ്യുക? സാധാരണ മണ്ണ്, അതിൽ ക്രോഡം എപ്പോഴെങ്കിലും വിതീർണം ചെയ്തിട്ടുണ്ട് എന്ന് ഭാവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പണ്ട് വിതീർണം ചെയ്തിട്ടുണ്ടല്ലോ. ഭൂമിയെ താണുപോയതായിട്ട് സമയത്ത് ഹിരണ്യാക്ഷൻ ഭൂമിയിലേക്ക് വെള്ളത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ഈ ഭൂമിയെ തേറ്റയിൽ കൊണ്ടുവന്നതാരാ? ആദിവരാഹമൂർത്തി. അപ്പോൾ തീർച്ചയായിട്ടും ആദിവരാഹമൂർത്തിയുടെ സ്പർശമേൽക്കാത്ത ഭൂമിയില്ല. അതുകൊണ്ട് ഇപ്പൊ നേരിട്ട് നമ്മുടെ അറിവിൽ ഏതെങ്കിലും കാട്ടുപന്നി കളിച്ച് മറിച്ചിട്ടില്ലെങ്കിലും ഭഗവാൻ യഥാർത്ഥ വരാഹമൂർത്തി സ്പർശിച്ചതാണ് ഈ ഭൂമി. അതുകൊണ്ട് ആ ഭഗവാന്റെ സ്പർശമേറ്റ ആ മണ്ണ് ഏറ്റവും പവിത്രമാണ്. ആ ഭൂമിയെ കൊണ്ട് ഞാനിതാ എൻ്റെ ശരീരം ആലേപനം ചെയ്യുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നല്ല ചെളിമണ്ണുകൊണ്ട് ശരീരം മുഴുവൻ പുരട്ടി, സോപ്പിന് പകരം ഈ ചെളിമണ്ണാണ് ഉപയോഗിക്കേണ്ടത്. മൃത് സ്നാനം ആയുർവേദത്തിലൊക്കെ ഒരു വിധിയുണ്ടത്. കായകൽപ്പത്തിലൊക്കെ പ്രത്യേകമായിട്ട് ചികിത്സയുണ്ട്. നല്ല പ്രത്യേകതരം മണ്ണ് കുഴച്ച് ശരീരം മുഴുവൻ പുരട്ടി അതിൽ കിടക്കണം, നമ്മൾ ഉണങ്ങിക്കിടക്കണം. അപ്പം ഏറ്റവും നല്ല സ്നാനമാണ് മൃത് സ്നാനം. അപ്പോൾ യതി ലഭ്യത, ലഭിക്കുമെങ്കിൽ ആ പന്നി കിളച്ച മണ്ണ് തന്നെ ഉപയോഗിക്കൂ. ഇനി എവിടെയാണ് കുളിക്കേണ്ടത് എന്നാണെങ്കിൽ സ്രോതസി, ഒഴുകുന്ന വെള്ളത്തിൽ കുളിക്കുന്നതാണ് നല്ലത്. പുഴയിൽ അല്ലേ, ഒഴുകുന്ന പുഴകളിൽ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഏതം മന്ത്രം ഉദീരയേത്, ഈ മന്ത്രത്തെ ഉച്ചരിച്ചുകൊണ്ട് സ്നായാത്, സ്നാനം ചെയ്യേണ്ടതാണ്. അപ്പൊ മന്ത്രപൂരിതമായിട്ട് വേണം സ്നാനം ചെയ്യാൻ. എവിടെ കുളിക്കുന്നതാണ് ഉത്തമം? ഒഴുകുന്ന വെള്ളത്തിൽ കുളിക്കുന്നതാണ് ഉത്തമം. അത് പൊതുവെ ആയുർവേദ ചികിത്സ ഏത് അഭ്യംഗം മുതലായതൊക്കെ ചെയ്താലും
പുഴയിൽ കുളിക്കുന്നതാണ്, ഒഴുകുന്ന വെള്ളത്തിൽ കുളിക്കുന്നതാണ് ഉത്തമം എന്ന് ആയുർവേദ ഡോക്ടർമാർ പറയും. ചില ആയുർവേദ റിസോർട്ടുകളിലൊക്കെ കൃത്രിമമായിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ചിലയിടത്ത് പുഴയുടെ തീരത്ത് തന്നെയായിരിക്കും ആയുർവേദ സ്ഥാപനങ്ങൾ. അപ്പോൾ പുഴയിൽ തന്നെ പോയി കുളിക്കാം. മാത്രമല്ല, ഇന്നത്തെ ബാത്റൂമുകൾ വൃത്തികേടാവാതെയും കഴിക്കാം, അല്ലേ? ഈ സാധനമൊക്കെ കഴുകി കളഞ്ഞു കഴിയുമ്പോഴേ അതിലത്തെ ശരീരത്തിലെ എണ്ണയും ഒക്കെ ആയിട്ട് ബാത്റൂം പിന്നെ എത്ര ദിവസം തേച്ച് കഴുകിയാലും വൃത്തിയാവില്ല. അപ്പം ഏറ്റവും നല്ലത് ആ പ്രകൃതിയിൽ തന്നെ അത് അലിഞ്ഞു ചേരട്ടെ. അപ്പോൾ സ്രോതസ്സിൽ അഥവാ ഒഴുകുന്ന ജലത്തിൽ കുളിച്ചുകൊണ്ട് നദിയിൽ ചെന്ന് നിന്ന ശേഷം ഈ മന്ത്രം ജപിക്കണം. ഏതം മന്ത്രം ഉദീരയൻ. ഇവിടെ ജപിക്കുന്നതായിട്ടുള്ള മന്ത്രം ഭൂമിയെ സ്തുതിക്കുന്നതാണ് ആദ്യത്തെ മന്ത്രം. ത്വം ദേവി ആദിവരാഹേണ രസായാഹ സ്ഥാനമിച്ഛത ഉദ്ധൃതാസി നമസ്തുഭ്യം പാത്മാനം മേ പ്രണാശയ. ഈ ശ്ലോകം ഭൂമിയോടുള്ള പ്രാർത്ഥനയാണ്. ത്വം ദേവി ആദിവരാഹേണ രസായാഹ സ്ഥാനമിച്ഛത ഉദ്ധൃതാസി നമസ്തുഭ്യം പാപ്മാനം മേ പ്രണാശയ. ഇപ്പം നമ്മളും സാധാരണ കുളിക്കുമ്പോഴും സോപ്പും ഒരു മണ്ണാണെന്ന് കരുതിക്കൊണ്ട് ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് കുളിക്കാവുന്നതാണ്. മണ്ണിൽ നിന്നുണ്ടായ വസ്തുക്കളെ കൊണ്ടാണല്ലോ എന്തായാലും സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതൊരു മണ്ണാണെന്ന് കരുതി ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് കുളിക്കാവുന്നതാണ്. ആ പൃഥ്വി ദേവിയെ, ഭൂമി ദേവിയെ സ്തുതിക്കുന്ന ശ്ലോകമാണ്. ഹേ ദേവി ത്വം ദേവി. ദേവി എന്നുള്ളത് ഭൂമി ദേവിയെ സംബോധന ചെയ്യണു. ത്വം നീയ ആരാണ്? ആദിവരാഹേണ രസായാഹ ഉദ്ധൃതാ അസി. ആദിവരാഹമൂർത്തിയാൽ രസാതലത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടവളാകുന്നു. എന്തിനു വേണ്ടി? സ്ഥാനം ഇച്ഛത. നിനക്ക് സ്ഥാനത്തെ ഉറപ്പിക്കാനായിക്കൊണ്ട് ആഗ്രഹിക്കുന്ന വരാഹമൂർത്തിയാൽ. സ്ഥാനമിച്ഛത വരാഹേണ എന്നാണ്. അപ്പൊ നിന്നെ ഉറപ്പിക്കുക, നിന്റെ സ്ഥിതിയെ ഇച്ഛിക്കുന്ന. നീ രസാതലത്തിൽ ആണ്ടുപോവുകയായിരുന്നു. ആ നിന്നെ പുനഃസ്ഥാപിക്കാനായിക്കൊണ്ട് ഇച്ഛിക്കുന്നവനായ ആദിവരാഹത്താൽ രസായാഹ ഉദ്ധൃതാഹ അസി. ഉദ്ധൃതാ അസി, രസാതലത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെയുള്ള തുഭ്യം നമഃ, നമസ്തുഭ്യം. പാപ്മാനം മേ പ്രണാശയ. മേ പാപ്മാനം പ്രണാശയ. എന്റെ പാപങ്ങളെയെല്ലാം നീ പ്രകർഷേണ നശിപ്പിച്ചാലും. ഞാൻ എന്തെങ്കിലും പാപങ്ങൾ പൂർവമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ പാപങ്ങളെയും നശിപ്പിച്ചാലും ഹേ ഭൂമിദേവി. അപ്പോൾ ആദിവരാഹത്താൽ ഭൂമിയെ വീണ്ടെടുത്ത് സ്ഥാനമുറപ്പിച്ചത് എന്തിനു വേണ്ടി? ജീവജാലങ്ങൾക്കെല്ലാം ജീവിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഭൂമിയുടെ മക്കളാണ് ഈ ലോകത്തിലുള്ള സകല ജീവരാശികളും. ആ അമ്മയുടെ മക്കൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ പരസ്പരം ആ അമ്മയുടെ മക്കളാണെന്നുള്ളതായിട്ടുള്ള ഭാവം ഉണ്ടാകണം. പൃഥ്വി എൻ്റെ മാതാവാണെങ്കിൽ പൃഥ്വി പുത്രന്മാരെല്ലാവരും എൻ്റെ സഹോദരന്മാരാകുന്നു. ആ പൃഥ്വിയെ ഉദ്ധരിച്ച പൃഥ്വിയുടെ നാഥനായ ഭഗവാൻ എൻ്റെ പിതാവാകുന്നു. അങ്ങനെ ഭഗവാൻ വരാഹമൂർത്തി നമ്മുടെ പിതാവും ഭൂമിദേവി നമ്മുടെ മാതാവും പൃഥ്വിയിലുണ്ടായിട്ടുള്ള സകല ജീവരാശികളും നമ്മുടെ സഹോദരങ്ങളുമാകുന്നു എന്നുള്ളതായിട്ടുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉദിച്ചാൽ തന്നെ പാപങ്ങളൊക്കെ പോകും. നമ്മുടെ സ്വാർത്ഥത പോകും. വെട്ടിപ്പിടിക്കാനുള്ളതായിട്ടുള്ള കൊതിയൊക്കെ അടങ്ങും. അങ്ങനെ പാപം നശിക്കട്ടെ, അല്ലേ? ഭൂമിദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഭൂമിയുടെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഭഗവാന്റെ രക്ഷയിലാണ് നമ്മളൊക്കെ സുരക്ഷിതരായിരിക്കുന്നത്. ഭഗവാന്റെ സങ്കല്പത്താൽ ഉണ്ടായവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ഭാവം കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള സ്വാർത്ഥത പോയി പാപമില്ലാതെ ആവട്ടെ. അപ്പോൾ ത്വം ദേവി ആദിവരാഹേണ രസായാഹ സ്ഥാനമിച്ഛത ഉദ്ധൃതാസി നമസ്തുഭ്യം പാപ്മാനം മേ പ്രണാശയ. നിർവർത്തിതാത്മനിയമോ ദേവമർച്ചേത് സമാഹിതഃ അർച്ചായാം സ്തണ്ഡിലേ സൂര്യേ ജലേ വന്നൗ ഗുരൗ അഭി. സ്നാനം കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ആത്മനിയമങ്ങളെ നിർവർത്തിച്ചിട്ട്, നിർവർത്തിത ആത്മനിയമ ഭൂത്വ,
ആത്മനിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ചെയ്യേണ്ട കർമ്മങ്ങൾ, നൈമിത്തിക കർമ്മങ്ങൾ, നിത്യവും ചെയ്യേണ്ടതായിട്ടുള്ള ദേവതർപ്പണം, പിതൃതർപ്പണം, ഋഷിതർപ്പണം ഇത്യാദി തർപ്പണങ്ങളും അഗ്നിഹോത്രം മുതലായതൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ട്, നിത്യകർമ്മങ്ങൾ അതുപോലെ നൈമിത്തിക കർമ്മങ്ങളുണ്ടെങ്കിൽ അതും ഒപ്പം ചെയ്യാം. അതൊക്കെ ചെയ്തിട്ട്, അതാണ് ആത്മനിയമ, അവനവൻ്റെ നിയമകർമ്മങ്ങൾ ചെയ്തിട്ട്, സമാഹിത മനസ്സിനെ ഏകാഗ്രമാക്കിയവനായി ശ്രദ്ധയുള്ളവനായി, അർച്ചായാം ഏതെങ്കിലും ബിംബത്തിലോ, ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കാനുള്ള ഉപദേശമാണ് ഇനി. അപ്പോൾ വിഷ്ണുവിനെ പ്രതിനിധീകരിക്കുന്ന ഏതെങ്കിലും വിഗ്രഹത്തിൽ, അതാണ് അർച്ച എന്ന് പറഞ്ഞാൽ വിഗ്രഹമാണ്, ബിംബമാണ്. അപ്പോൾ ഭഗവാന്റെ ചതുർബാഹുവായ വിഷ്ണുവിന്റെ രൂപം കാണിക്കുന്ന വിഗ്രഹമാവാം, ശ്രീകൃഷ്ണ വിഗ്രഹമാകാം, വിഷ്ണുവിന്റെ വേറെ ഏത് ഭാവത്തിലുള്ളതായിട്ടുള്ള വിഗ്രഹങ്ങളും ആകാം. അപ്പൊ അർച്ചായ, അല്ലെങ്കിൽ സ്ഥണ്ടിലം എന്നാൽ നിലത്ത് മെഴുകിയിട്ട് അതില് പത്മാദികളൊക്കെ അലങ്കാരം ചെയ്തിട്ട്, അതാണ് സ്ഥണ്ടിലേ എന്ന് പറയുന്നത്. സൂര്യ എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഉപാധിയുമില്ല, നേരെ ആദിത്യ ഭഗവാനെ നാരായണനായി കൽപ്പിച്ചുകൊണ്ട്, സൂര്യനാരായണനെ നോക്കിക്കൊണ്ട് സൂര്യേ. അല്ലെങ്കിൽ ജലേ, നീ ജലാശയങ്ങളിലാവാം, സമുദ്രതീരത്തോ നദീതീരത്തോ ഒക്കെ ആവാം, അല്ലെങ്കിൽ കലശത്തിൽ ആ ജലത്തെ ആവഹിച്ചുകൊണ്ട് ആ കലശത്തിലാവാം. ജലേ, അല്ലെങ്കിൽ വന്നൗ, അഗ്നിയിലേക്ക് ഹോമിക്കാം, അഗ്നിയെ കൊളുത്തി ആ അഗ്നിയെ വിഷ്ണുവിന്റെ പ്രത്യക്ഷ രൂപമായി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ദീപത്തിൽ, ദീപം അഗ്നിയാണ്, ഒരു ദീപത്തിന്റെ പാദത്തിൽ വിഷ്ണുവാണെന്ന് സങ്കല്പിച്ച് പൂജാദികൾ സമർപ്പിക്കാം. വന്നൗ ഗുരൗ അപി, ഇനി അവനവന്റെ പ്രത്യക്ഷ ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരുവിലും ആവാം. ആ ഗുരുവിന്റെ പാദത്തിൽ പൂജിക്കുന്നതും ഈശ്വരാർച്ചന തന്നെയാണ്. അതാണ് ദേവം അർച്ചേത്, ആ ദേവനെ, വാസുദേവനെ, ഭഗവാനെ അർച്ചിക്കേണ്ടതാണ്. അപ്പൊ ഏതെങ്കിലും ഭഗവാനെ ഓർമ്മിപ്പിക്കുന്ന, ഭഗവാന്റെ അനുഗ്രഹം, സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രതീകത്തിൽ, അത് വിഗ്രഹമാകാം, അല്ലെങ്കിൽ സ്ഥണ്ടിലം അഥവാ നിലത്താകാം, പത്മാദികളിലാവാം, ജലത്തിലാവാം, അഗ്നിയിലാവാം, ദീപത്തിലാവാം, കലശത്തിലാവാം, സൂര്യനിലാവാം, പ്രത്യക്ഷമായ ഗുരുവിന്റെ പാദങ്ങളിലാവാം. എന്തായാലും അർച്ചേത്, പൂജിക്കേണ്ടതാണ്. വാസുദേവ സർവമിതി, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നവനാണ് വാസുദേവൻ. അതുകൊണ്ട് ഏത് പ്രതീകത്തിൽ പൂജിച്ചാലും വാസുദേവനെ സങ്കല്പിച്ച് പൂജിക്കാം. ഇതാണ് ഭഗവാന്റെ ഞാൻ കാണുന്ന സ്ഥാനം. ഭഗവാൻ വിശ്വവ്യാപിയായി നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഭഗവാന്റെ പാദത്തിലാണ് എനിക്ക് പൂജ കഴിക്കേണ്ടത്. ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന വസ്തു ഭഗവാന്റെ പാദമായി ഞാൻ സങ്കല്പിക്കുന്നു, അതിലേക്ക് ഞാൻ എന്റെ പൂജയെ സമർപ്പിക്കുന്നു. ഭഗവാന്റെ പാദത്തിൽ അർച്ചിച്ചാൽ അത് എല്ലായിടത്തേക്കും എത്തിക്കോളും. വൃക്ഷത്തിന്റെ വേരിൽ ചെയ്യുന്നതായിട്ടുള്ള പൂജ വൃക്ഷത്തിനെ മുഴുവൻ നനയ്ക്കുന്നു. അതിന്റെ ശാഖകളും അതിന്റെ ഇലകളും അതിന്റെ പുഷ്പങ്ങളും കായകളും എല്ലാം അനുഗ്രഹീതരാകുന്നു. അതുപോലെ ഭഗവാന്റെ പാദമാണെന്ന് സങ്കല്പിച്ച് ഏത് പ്രതീകത്തിലും പൂജ ചെയ്യാം. ഇനി ചെയ്യുമ്പോൾ ഭഗവാനെ കുറിച്ച് സ്തുതിക്കാനുള്ള നാമങ്ങൾ പറഞ്ഞു തരുന്നു. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹീയസേ സർവഭൂത നിവാസായ വാസുദേവായ സാക്ഷിണേ നമോവ്യക്തായ സൂക്ഷ്മായ പ്രധാന പുരുഷായ ച ചതുർവിംശദ്ഗുണജ്ഞായ ഗുണസംഖ്യാനഹേതവേ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണു. നമോ നമ നമോ നമ നമോ നമ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ ഹേ ഭഗവതേ പുരുഷായ തുഭ്യം നമഃ, മഹീയസേ തുഭ്യം നമഃ, സർവഭൂതനിവാസായ തുഭ്യം നമഃ, വാസുദേവായ തുഭ്യം നമഃ, സാക്ഷിണേ തുഭ്യം നമഃ. അപ്പൊ ഭഗവതേ നമഃ, ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഐശ്വര്യാദി സർവഗുണങ്ങളും പൂർണ്ണമായിരിക്കുന്നവന് നമസ്കാരം. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഈ 6 ഗുണങ്ങൾ ആരിൽ പരിപൂർണമായിരിക്കുന്നുവോ
അവന് എൻ്റെ നമസ്കാരം. പുരുഷായ നമഃ, പൂർണ്ണനായ ഭഗവാന് നമസ്കാരം. ലോകത്തിലെ ഓരോരോ ശരീരങ്ങളാകുന്ന പുരങ്ങളിൽ വസിക്കുന്നവനായ ആത്മസ്വരൂപനായ ഭഗവാന് നമസ്കാരം. സകല ചരാചരങ്ങളിലൂടെയും പ്രകാശിക്കുന്ന ഭഗവാന് നമസ്കാരം. പുരുഷായ നമഃ, മഹീയസേ നമഃ. മഹീയസേ എന്ന് പറഞ്ഞാൽ മഹാനായിരിക്കുന്നവന് നമസ്കാരം. എല്ലാറ്റിലും വെച്ച് വലിയവനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. സർവഭൂത നിവാസായ, സർവഭൂതങ്ങളിലും അന്തര്യാമിയായി ആത്മാവായി നിവസിക്കുന്നവനായ ഭഗവാന് നമസ്കാരം. വാസുദേവായ നമഃ, എല്ലാറ്റിലും വസിക്കുന്നവനും എല്ലാം അവരിൽ വസിക്കുന്നത് കൊണ്ടും വാസുദേവൻ. അങ്ങനെ എല്ലാമായിരിക്കുന്ന വാസുദേവ സർവമിതി, എല്ലാം വാസുദേവനാണെന്നുള്ള അറിവോടുകൂടി ഇതാ ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രതീകത്തിലേക്ക് പൂജിക്കുന്നു. വാസുദേവായ നമഃ. സാക്ഷിണേ നമഃ, എല്ലാറ്റിനും സാക്ഷിയായിരിക്കുന്ന സർവസാക്ഷിയായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. അങ്ങറിയാത്തതായിട്ടൊന്നുമില്ല, അങ്ങ് കാണാത്തതായിട്ടൊന്നുമില്ല. അങ്ങ് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സ്വഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാങ്കുലം. അതുകൊണ്ട് അങ്ങ് അറിയാത്തതായിട്ട് അങ്ങ് കാണാത്തതായിട്ട് ഒന്നുമില്ല. ഈ വിശ്വം മുഴുവൻ വ്യാപിച്ച് എല്ലായിടത്തും കണ്ണോടുകൂടിയവനായാണ് അങ്ങ്. അപ്പൊ എല്ലാം സാക്ഷാലീക്ഷതേ, എല്ലാം അറിയുന്ന സാക്ഷിയാകുന്നു അങ്ങ്. അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, അങ്ങയെ ഞാൻ ബഹുമാനിക്കുന്നു, ഇതാ പൂജിക്കുന്നു. എൻ്റെ എല്ലാം അങ്ങയുടെ അനുഗ്രഹമാണെന്നുള്ള അറിവോടുകൂടെ എന്നാലാവുന്ന പോലെ സമർപ്പണം ചെയ്യുന്നു. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹീയസേ സർവഭൂതനിവാസായ വാസുദേവായ സാക്ഷിണേ. നമോ അവ്യക്തായ സൂക്ഷ്മായ പ്രധാന പുരുഷായ ച ചതുർവിംശദ്ഗുണജ്ഞായ ഗുണസംഖ്യാനഹേതവേ. അവ്യക്തായ നമഃ, സൂക്ഷ്മായ നമഃ, പ്രധാന പുരുഷായ നമഃ, ചതുർവിംശദ്ഗുണജ്ഞായ നമഃ, ഗുണസംഖ്യാനഹേതവേ നമഃ. ഓരോന്നും ഭഗവാന്റെ നാമാവലികളാണ്. അഷ്ടോത്തരം പോലെ വരിവരിയായിട്ട് അർച്ചിക്കാനുള്ളതാണ്. അപ്പോൾ അവ്യക്തായ നമഃ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് വ്യക്തമായി അറിയാൻ കഴിയാത്തവൻ അവ്യക്തൻ. അപ്പോൾ ഏറ്റവും പൂർവമായ അവസ്ഥ ഈ പ്രപഞ്ചം അവ്യക്താവസ്ഥയിലാണ്. ആ അവ്യക്ത സ്വരൂപം ഭഗവാന്റെ തന്നെ സ്വരൂപമാണ്. ആ ഒന്നിനാലും കാണപ്പെടാത്ത ഇന്ദ്രിയങ്ങളാലൊന്നും അറിയപ്പെടാത്തതായിട്ടുള്ള ആ പരമമായ ഭാവത്തോടു കൂടിയ അവ്യക്തമൂർത്തിക്ക് നമസ്കാരം. ആ അവ്യക്തത്തിൽ നിന്നാണ് അടുത്ത ഘട്ടമായിട്ട് സൂക്ഷ്മം ആവിർഭവിക്കുന്നത്. അപ്പോൾ അവ്യക്തം ഒന്ന് വികസിച്ചതാണ് സൂക്ഷ്മം. സൂക്ഷ്മായ നമഃ. പിന്നീട് അതിൽ നിന്നാണ് മൂലപ്രകൃതി അല്ലെങ്കിൽ പ്രധാനം ഉണ്ടായി വരുന്നത്. അപ്പൊ പ്രധാന പുരുഷായ നമഃ. ആ പ്രധാനത്തിൽ പുരുഷനായിരിക്കുന്നവൻ, പ്രകൃതിയെ പ്രേരിപ്പിക്കുന്ന പുരുഷനായിരിക്കുന്നവന് നമസ്കാരം. അത് കഴിഞ്ഞ് ചതുർവിംശദ്ഗുണജ്ഞായ നമഃ. 24 ഗുണങ്ങളെയും അറിയുന്നവൻ, പ്രകാശിപ്പിക്കുന്നവൻ. അപ്പൊ പ്രകൃതി വികസിച്ച് 24 തത്വങ്ങളായി തീർന്നു. ആ 24 തത്വങ്ങളെയും പ്രകാശിപ്പിക്കുന്നവൻ, അതിനെയെല്ലാം അറിയുന്നവനായ അങ്ങേക്ക് നമസ്കാരം. ഇനി ഇതിനെയൊക്കെ വേർതിരിച്ച് കാണിക്കുന്ന സാഖ്യ ശാസ്ത്രത്തിന്റെ നിർമ്മാതാവായ ആഖ്യാതാവായ ആചാര്യന് നമസ്കാരം. അതാണ് ഗുണസംഖ്യാനഹേതവേ. ഗുണങ്ങളെ സംഖ്യാനം ചെയ്യുന്ന ആ ശാസ്ത്രമാണ് സാഖ്യം. ആ സാഖ്യത്തിന്റെ ഹേതുവായിരിക്കുന്നവൻ, സാഖ്യശാസ്ത്രത്തിന് കാരണഭൂതനായിരിക്കുന്നവൻ, സർവജ്ഞാനത്തെയും ലോകത്തിന് ഉപദേശിക്കുന്ന ഗുരുവായിരിക്കുന്നവൻ, കപിലനായിരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. അപ്പൊ ഈ തത്വങ്ങളെല്ലാം ലോകത്തിന് വെളിവാക്കി തന്ന മഹാഗുരുവായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. ഗുണസംഖ്യാന ഹേതവേ നമഃ. നമോ വ്യക്തായ സൂക്ഷ്മായ പ്രധാന പുരുഷായ ച
ചതുർവിംശദ്ഗുണജ്ഞായ ഗുണസംഖ്യാനഹേതവേ നമോ ദ്വിശീർഷ്ണേ ത്രിപദേ ചതുശൃംഗായ തന്തവേ. സപ്തഹസ്തായ യജ്ഞായ ത്രൈവിദ്യാത്മനേ നമഃ. ഇത് ഒരു വേദമന്ത്രത്തിന് സമാനമായിട്ടുള്ള മന്ത്രമാണ്. യജ്ഞസ്വരൂപനായ ഭഗവാനെ സ്തുതിക്കുകയാണ്. നമോ ദ്വിശീർഷ്ണേ ത്രിപദേ ചതുശൃംഗായ തന്തവേ സപ്തഹസ്തായ യജ്ഞായ ത്രൈവിദ്യാത്മനേ നമഃ. യജ്ഞായ നമഃ, യജ്ഞസ്വരൂപനായ അങ്ങേക്ക് നമസ്കാരം. ത്രൈവിദ്യാത്മനേ നമഃ, വേദവിദ്യയിൽ ത്രൈയിൽ വിദ്യയാകുന്ന ആത്മാവോട് കൂടിയവൻ, ജ്ഞാനമാകുന്ന ആത്മാവോട് കൂടിയവന് നമസ്കാരം. അപ്പോൾ വേദത്തിന്റെ സാരമായിരിക്കുന്ന, വേദത്തിലെ ജ്ഞാനമാണ് അതിന്റെ സാരം. വേദമന്ത്രങ്ങളുടെയൊക്കെ സാരമായിരിക്കുന്ന ജ്ഞാനസ്വരൂപനായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. ത്രൈവിദ്യാത്മനെ, വിദ്യാത്മനെ നമഃ. വിദ്യാത്മനെ എന്ന് പറഞ്ഞാൽ വിദ്യയാകുന്ന സ്വരൂപത്തോട് കൂടിയവന് നമസ്കാരം. അത് ത്രൈവിദ്യയാണ്. ഇവിടെ 3 വേദങ്ങൾ അല്ലെങ്കിൽ 4 വേദങ്ങൾ. ത്രയി എന്നുള്ളത് വേദങ്ങളെ സൂചിപ്പിക്കും. അപ്പൊ വേദത്തിലെ വിദ്യാസ്വരൂപനായിരിക്കുന്ന, വേദത്തിൽ നിന്നും ഏതൊരു പൊരുളിനെയാണോ നമ്മൾ അറിയേണ്ടത്, വേദത്തിന്റെ സാരമായി ഏതൊന്നിനെ നമ്മൾ അറിയണമോ ആ ഭഗവത് സ്വരൂപം, ബ്രഹ്മസ്വരൂപം, ആ സ്വരൂപത്തിന് യജ്ഞസ്വരൂപത്തിനായിക്കൊണ്ട് നമസ്കാരം. അപ്പൊ ആ യജ്ഞത്തിന്റെ വിവിധ വിശേഷണങ്ങളാണ് ദ്വിശീർഷ്ണേ നമഃ, ത്രിപദേ നമഃ, ചതുശൃംഗായ നമഃ, തന്തവേ നമഃ, സപ്തഹസ്തായ നമഃ. ഇതൊക്കെ യജ്ഞത്തിന്റെ പര്യായ ശബ്ദങ്ങളാണ്. യജ്ഞം ദ്വിശീർഷ്ണാവാണ്. ദ്വിശീർഷ, ദ്വിശീർഷൻ എന്ന് പറയാം. 2 തലയുള്ളവനാണ് യജ്ഞം. 2 ശിരസ്സുകളോടുകൂടിയവനാണ് യജ്ഞമൂർത്തി. എന്താണ് യജ്ഞം? എന്താണ്? പ്രായണീയം, ഉദയനീയം എന്നുള്ളതായിട്ടുള്ള 2 ശിരസ്, 2 മന്ത്രങ്ങൾ അല്ലെങ്കിൽ 2 യജ്ഞത്തിന്റെ 2 കർമ്മങ്ങളെ സൂചിപ്പിക്കുന്നതാണ് പ്രായണീയം, ഉദയനീയം മുതലായത്. അപ്പൊ ഇങ്ങനെയുള്ള 2 ശിരസ്സോടുകൂടി യജ്ഞത്തിന് 2 ശിരസ്സാണ്. പ്രായണീയം, ഉദയനീയം എന്നുള്ള 2 ശിരസ്സോടുകൂടിയവനും. ഇനി ത്രിപദേ എന്ന് പറയുമ്പോൾ 3 സവനങ്ങളാണ്. 3 സന്ധ്യാവേളകളിൽ ചെയ്യേണ്ടതായിട്ടുള്ള സവനങ്ങൾ, അതാണ് 3 സവനങ്ങൾ. ത്രിപദേ, 3 പാദങ്ങളോടുകൂടിയവന്, 3 കാലുകളോടുകൂടിയവന് നമസ്കാരം. ഉള്ള യജ്ഞത്തിനാണ് 3 പാദങ്ങൾ. ത്രിസവനായ നമഃ നർത്തം. തുഭ്യം നമഃ. ചതുശൃംഗായ തന്തവേ നമഃ. 4 വേദങ്ങളാകുന്ന ശൃംഗങ്ങളോടുകൂടിയവനും നമസ്കാരം. ഇപ്പൊ 4 വേദങ്ങൾ തന്നെയാണ് 4 മഹാശാഖകൾ, 4 ശൃംഗങ്ങൾ ഈ യജ്ഞത്തിന്. അപ്പൊ 4 ശൃംഗങ്ങളോടുകൂടിയ, 4 കൊമ്പുകളോടുകൂടിയവന് നമസ്കാരം. ഇനി സപ്തഹസ്തായ, 7 ഛന്ദസ്സുകളാകുന്ന കൈകളോടുകൂടിയവൻ. ഗായത്രി, ഉഷ്ണിക്ക്, തൃഷ്ടുപ്പ്, മഹതി മുതലായിട്ടുള്ള വൈദിക ഛന്ദസ്സുകൾ പ്രധാനമായിട്ട് 7 എണ്ണമാണ്. ആ 7 ഛന്ദസ്സുകളാകുന്ന കൈകളോടുകൂടിയവനും. അതാണ് സപ്തഹസ്തായ നമഃ എന്ന്. അപ്പൊ ഇങ്ങനെ വേദങ്ങളെ മന്ത്രങ്ങളായി, ബ്രാഹ്മണങ്ങളായി, കൽപ്പങ്ങളായി 3ആയി തിരിച്ചിരിക്കുന്നുണ്ട്. വേദങ്ങൾക്ക് ത്രൈ എന്ന് പേര്. അപ്പൊ ത്രൈവിദ്യാത്മനേ നമഃ, യജ്ഞായ നമഃ, യജ്ഞസ്വരൂപായ നമഃ. അപ്പൊ യജ്ഞമൂർത്തിയായ ഭഗവാന് നമസ്കാരം എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ താല്പര്യം. ഭഗവാൻ യജ്ഞം തന്നെയാണ്. ചെയ്യപ്പെടുന്ന യജ്ഞങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ മാതിരിയുള്ള വിശേഷണങ്ങളോട് കൂടിയതാണ്, അംഗങ്ങളോട് കൂടിയതാണ്. നമോ ദ്വിശീർഷ്ണേ ത്രിപദേ ചതുശൃംഗായ തന്തവേ സപ്തഹസ്തായ യജ്ഞായ ത്രൈവിദ്യാത്മനേ നമഃ. നമഃ ശിവായ രുദ്രായ നമഃ ശക്തിധരായ ച സർവവിദ്യാധിപതയേ ഭൂതാനാം പതയേ നമഃ.
നമഃ ശിവായ രുദ്രായ നമഃ ശക്തിധരായ ച സർവവിദ്യാധിപതയേ ഭൂതാനാം പതയേ നമഃ. മംഗളസ്വരൂപനായ ആനന്ദസ്വരൂപനായ ശിവനായിക്കൊണ്ട് നമസ്കാരം. ശിവൻ അങ്ങ് തന്നെയാണ്. ശിവായ നമഃ, രുദ്രായ നമഃ. ലോകത്തെ പരിപാലിക്കുമ്പോൾ ശിവഭാവത്തിൽ മംഗളഭാവത്തിലും, രൗദ്രഭാവം രുദ്രനായി പ്രളയത്തെ ചെയ്യുന്നവനും സംഹാരത്തെ ചെയ്യുന്നവനായിട്ടുള്ള രുദ്രനായിക്കൊണ്ട് നമസ്കാരം. ശക്തിധരായ നമഃ, ശക്തിധരനായിരിക്കുന്ന എല്ലാ ശക്തികളെയും ധരിച്ചിരിക്കുന്നവനായ ഭഗവാന് നമസ്കാരം. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി മുതലായിട്ടുള്ള സകല ശക്തികളെയും ധരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. സർവവിദ്യാധിപതയേ നമഃ, എല്ലാ സകല വിദ്യകളുടെയും ഉപദേശിക്കുന്ന അധിപതി, ഗുരുവായിരിക്കുന്ന ദക്ഷിണാമൂർത്തി സ്വരൂപത്തിലിരിക്കുന്ന ധർമാർത്ഥ കാമങ്ങളെ ഉപദേശിക്കുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. ഭൂതാനാം പതയേ നമഃ, സർവപ്രാണികളുടെയും പരിപാലകനായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. എല്ലാ ഭൂതങ്ങളുടെയും പതി, പരിപാലകൻ അങ്ങ് തന്നെയാകുന്നു. അപ്പൊ ശിവരൂപത്തില് എന്തെല്ലാം ലീലകൾ ചെയ്യുന്നുവോ അതും അങ്ങ് തന്നെയാകുന്നു. ശിവായ നമഃ, രുദ്രായ നമഃ, ശക്തിധരായ നമഃ, സർവവിദ്യാധിപതയേ നമഃ, ഭൂതാനാം പതയേ നമഃ. നമോ ഹിരണ്യഗർഭായ പ്രാണായ ജഗദാത്മനെ യോഗൈശ്വര്യ ശരീരായ നമസ്തേ യോഗഹേതവേ. നമോ ഹിരണ്യഗർഭായ പ്രാണായ ജഗദാത്മനെ യോഗൈശ്വര്യ ശരീരായ നമസ്തേ യോഗഹേതവേ. ഹിരണ്യഗർഭൻ എന്നറിയപ്പെടുന്ന അങ്ങേക്ക് നമസ്കാരം. അപ്പൊ സാക്ഷാൽ ബ്രഹ്മദേവൻ സൃഷ്ടികർത്താവും അങ്ങ് തന്നെയാകുന്നു. അല്ലെങ്കിൽ ഉള്ളിൽ അമൂല്യമായ വസ്തുക്കളെ ധരിച്ചിരിക്കുന്നവൻ. ഹിരണ്യം എന്ന് പറഞ്ഞാൽ ആനന്ദം നൽകുന്ന വസ്തുക്കൾ. അപ്പൊ ആനന്ദത്തെ തന്നെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന ഹിരണ്യഗർഭനായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. അല്ലെങ്കിൽ ബ്രഹ്മദേവനായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. പ്രാണായ നമഃ, സൂത്രാത്മാ എന്നറിയപ്പെടുന്ന സമഷ്ടി പ്രാണനായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. സമഷ്ടി മനസ്സാണ് ഹിരണ്യഗർഭൻ, സമഷ്ടി പ്രാണനാണ് സൂത്രാത്മാ എന്നറിയപ്പെടുന്ന പ്രാണവായു. ആ സൂത്രാത്മാവിനായിക്കൊണ്ട് നമസ്കാരം. ജഗദാത്മനേ നമഃ, ജഗത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പ്രാണസ്വരൂപമായി എല്ലാവരുടെയും ആത്മാവായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. ജഗദാത്മനേ പ്രാണായ നമഃ. യോഗൈശ്വര്യ ശരീരായ നമഃ, യോഗ ഐശ്വര്യമാകുന്ന എല്ലാ ഈശ്വരീയ ഭാവങ്ങളോടും കൂടി അങ്ങയുടെ ശരീരത്തിന് നമസ്കാരം. അങ്ങനെയുള്ള ശരീരം ധരിച്ചിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. നമസ്തേ യോഗഹേതവേ, ലോകത്തിന് യോഗമാർഗത്തെ ഉപദേശിക്കുന്ന ആചാര്യനായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. യോഗോപദേശം ചെയ്യുന്ന സകല ഗുരുക്കന്മാരും ഈശ്വരന്റെ പ്രതീകങ്ങളാകുന്നു, പ്രതിനിധികളാകുന്നു, പ്രതിപുരുഷന്മാരാകുന്നു. അങ്ങേക്ക് നമസ്കാരം, നമസ്കാരം. നമോ ഹിരണ്യഗർഭായ പ്രാണായ ജഗദാത്മനെ യോഗൈശ്വര്യ ശരീരായ നമസ്തേ യോഗഹേതവേ. നമസ്തേ ആദിദേവായ സാക്ഷിഭൂതായ തേ നമഃ. നാരായണായ ഋഷയേ നരായ ഹരയേ നമഃ. ആദിദേവായ നമഃ, സാക്ഷിഭൂതായ തേ നമഃ, നാരായണായ നമഃ, ഋഷയേ നമഃ, നരായ നമഃ, ഹരയേ നമഃ. അപ്പോ ആദിദേവായ നമഃ, ഏറ്റവും ആദിയിൽ ചൈതന്യഭാവത്തിലിരുന്ന അങ്ങേക്ക് നമസ്കാരം. ശുദ്ധ ചൈതന്യമായിരുന്ന ആദിദേവനായ അങ്ങേക്ക് നമസ്കാരം. ദേവന്മാർക്കെല്ലാം ആദിയായിരുന്ന പൂർവികനായിരുന്ന അങ്ങേക്ക് നമസ്കാരം. സാക്ഷിഭൂതായ തേ നമഃ, എല്ലാവരുടെയും എല്ലാ കർമ്മങ്ങൾക്കും, എല്ലാ പുണ്യം പാപം അല്ലെങ്കിൽ ശുഭം അശുഭം എന്നുള്ള സകല കർമ്മങ്ങളെയും സാക്ഷിയായി കണ്ടുകൊണ്ടിരിക്കുന്നവനും ഓരോരുത്തർക്കും അർഹിക്കുന്ന കർമ്മഫലങ്ങളെ കൊടുക്കുന്നവനുമായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം.
നാരായണായ ഋഷയേ. നാരായണ ഋഷിക്കായിക്കൊണ്ട് നമസ്കാരം. നരനാരായണന്മാരിൽ ആദ്യം നാരായണനെ പറഞ്ഞു, പിന്നെ നരായ ഹരയേ നമഃ. മൂർത്തി, ധർമ്മൻ എന്നിങ്ങനെ ആ പ്രജാപതി ദമ്പതിമാർക്ക് ഭഗവാൻ നരനാരായണന്മാരായി അവതരിച്ചു. അപ്പൊ നരനായ ഹരിക്ക് നമസ്കാരം, നാരായണനാകുന്ന ഋഷിക്ക് നമസ്കാരം, അങ്ങനെ നരനാരായണന്മാർക്ക് നമസ്കാരം. നമസ്തേ ആദിദേവായ സാക്ഷിഭൂതായ തേ നമഃ. നാരായണായ ഋഷയേ നരായ ഹരയേ നമഃ. നമോ മരകതശ്യാമ വപുഷേ അധിഗതശ്രിയേ കേശവായ നമസ്തുഭ്യം. നമസ്തേ പീതവാസസേ. നമോ മരകതശ്യാമ വപുഷേ അധിഗതശ്രിയേ കേശവായ നമസ്തുഭ്യം. നമസ്തേ പീതവാസസേ. മരകതശ്യാമ വപുഷേ തേ നമഃ. മരകതരത്നം, പച്ചരത്നം, ആ പച്ചക്കല്ല് പോലെയുള്ളതായിട്ടുള്ള ശരീരത്തോടു കൂടിയ അങ്ങയ്ക്ക് നമസ്കാരം. അധിഗതശ്രീയേ നമഃ. ശ്രീ ഭഗവാന്റെ വക്ഷസ്ഥലത്തിൽ അധിഗമിച്ചിരിക്കുന്നു. അധിഗമിച്ച സ്ത്രീയോടുകൂടി ലക്ഷ്മിയോടുകൂടിയവന് നമസ്കാരം. അപ്പൊ ലക്ഷ്മീ നിവാസന്, ശ്രീനിവാസന് നമസ്കാരം. അധിഗതശ്രീയേ നമഃ. കേശവായ നമസ്തുഭ്യം. ആനന്ദദായകൻ, അല്ലെങ്കിൽ ജലത്തിൽ ശയിക്കുന്നവൻ, എല്ലാറ്റിനും മുമ്പേ ഉണ്ടായിരുന്നവൻ, അതുപോലെ ബ്രഹ്മാവിനും ഈശനും ഉപദേശം കൊടുക്കുന്നവൻ, എല്ലാ അർത്ഥത്തിലും കേശവൻ. ആ കേശവനായ അങ്ങേക്ക് നമസ്കാരം. കേശവായ നമസ്തുഭ്യം. പീതവാസസേ നമഃ. മഞ്ഞപ്പട്ട് ധരിച്ചിരിക്കുന്നതായിട്ടുള്ള അങ്ങേക്ക് നമസ്കാരം. നമോ മരകതശ്യാമ വപുഷേ അധിഗതശ്രിയേ കേശവായ നമസ്തുഭ്യം. നമസ്തേ പീതവാസസേ. ത്വം സർവവരദഃ പുംസാം വരേണ്യാ വരദർഷഭ. അതസ്തേ ശ്രേയസേ ധീരാഃ പാദരേണുമുപാസതേ. അപ്പൊ നമസ്കാരം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും ഭഗവാനെ സ്തുതിക്കുന്നു. ത്വം സർവവരദഃ പുംസാം വരേണ്യ വരദർഷഭ. വരദർഷഭ, വരേണ്യ, വരേണ്യൻ, വരിക്കപ്പെടേണ്ടവരിൽ ശ്രേഷ്ഠൻ. ആരെ വരിച്ചാലാണോ ഉത്തമ ഫലം ലഭിക്കുക, പിന്നൊന്നും ലഭിക്കേണ്ടതായിട്ട് ഇല്ലാതിരിക്കുക, അവനെ വരിക്കണം. അപ്പൊ വരിക്കാൻ അർഹൻ അങ്ങ് തന്നെയാണ് വരേണ്യൻ. വരദർഷഭൻ, അങ്ങ് വരദന്മാരിൽ ഋഷഭനാണ്. വരദാനം ചെയ്യുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. ഒന്നിനും ഒരു കുറവുമില്ലാതെ ഏത് വരവും കൊടുക്കാൻ, മോക്ഷം വരെ കൊടുക്കാൻ ശക്തിയുള്ളവനാണ് വരദർഷഭൻ. അപ്പൊ ഹേ വരദർഷഭ, ത്വം സർവവരദഃ. അങ്ങ് എല്ലാ വരങ്ങളെയും ദാനം ചെയ്യുന്നവനാണ്. സർവ അഭീഷ്ടങ്ങളെയും ദാനം ചെയ്യാൻ സാമർഥ്യമുള്ളവനാണ്. സർവവരദഃ. ആർക്ക്? പുംസാം, പുരുഷന്മാർക്ക്. അങ്ങേ ആരാധിക്കുന്ന പുരുഷന്മാർക്ക് എന്തും പരമായി അനുഗ്രഹിക്കാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് അതഹ ധീരാഹ, ധീരന്മാർ, വിവേകികളായിട്ടുള്ളവർ, ബുദ്ധി അധികമുള്ളവർ, ശ്രേയസേ, അവരുടെ ശ്രേയസ്സിനായിക്കൊണ്ട് തേ പാദരേണം ഉപാസതേ, അങ്ങയുടെ പാദധൂളികളെ ഉപാസിക്കുന്നു. കാരണം അവർക്ക് വിവരമുണ്ട്. ആരുടെ പാദരേണുക്കളെ ആശ്രയിച്ചാലാണ് എല്ലാ വരങ്ങളും നൽകുക, എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കുക. അങ്ങനെയുള്ള ഭഗവാനെ വേണ്ടേ ഭരിക്കാനായിക്കൊണ്ട്, പൂജിക്കാനായിക്കൊണ്ട്, ഉപാസിക്കാനായിക്കൊണ്ട്. അല്ലാതെ നിസ്സാര ശക്തിയുള്ളവരെ ഭജിച്ചാൽ അവരിൽ നിന്ന് നിസ്സാരമായിട്ടുള്ള പ്രയോജനമേ ലഭിക്കുള്ളൂ. എല്ലാ പ്രയോജനങ്ങളും നൽകാൻ കഴിവുള്ളവനായ പരമേശ്വരനായ ഭഗവാനെ ഉപാസിച്ചാൽ മാത്രമേ ഏത് അഭീഷ്ടങ്ങളും സാധിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പെട്ടിക്കടകളിൽ പോകുന്നതിന് പകരം സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത് പോലെ ചെറിയ ചെറിയ ദേവന്മാരെയൊക്കെ ഉപാസിക്കുന്നതിന് പകരം അങ്ങയെ ഞാൻ ഉപാസിക്കുന്നു. ധീരന്മാരൊക്കെ അങ്ങയെയാണ് ഉപാസിക്കുന്നത്. ത്വം സർവവരദഃ പുംസാം വരേണ്യ വരദർഷഭ. അതസ്തേ ശ്രേയസേ ധീരാഃ പാദരേണുമുപാസതേ. അന്വവർത്തന്തയം ദേവാഃ ശ്രീശ്ച തൽപാദപദ്മയോഃ. സ്പൃഹയന്തൈവാമോദം ഭഗവാൻ മേ പ്രസീദതാം.
ഭഗവാൻ മേ പ്രസീദതാം, ഈ ഭഗവാൻ എൻ്റെ നേർക്ക് പ്രസാദിക്കട്ടെ. ഏത് ഭഗവാൻ? യം ദേവാഹ അന്വവർത്തന്താം, ഏതൊരുവനെ ദേവന്മാർ അനുവർത്തിക്കുന്നുവോ, അതുപോലെ യത് പാദപത്മയോഹോ ശ്രീഹി അന്വവർത്ത സ്പൃഹയന്തേ, ഏതൊരു പാദപത്മങ്ങളിലെ ആമോദം സ്പൃഹയന്തഃ, ആമോദത്തെ കൊതിക്കുന്നവർ, ആമോദമെന്നാൽ സുഗന്ധം. അപ്പോൾ ഭഗവാന്റെ പാദപത്മങ്ങളുടെ ആമോദത്തെ സ്പൃഹയന്തഃ ഇവ, ഭഗവാന്റെ പാദകമലങ്ങളുടെ ഗന്ധം നുകരാനായിക്കൊണ്ട്, താമരയാവുമ്പോൾ ഗന്ധമുണ്ടല്ലോ, ആ താമരയുടെ ഗന്ധത്തേക്കാൾ നല്ല ഗന്ധമാണ് ഭഗവാന്റെ പാദങ്ങളുടെ ഗന്ധം, അത് നുകരാനായിക്കൊണ്ടെന്നതുപോലെ യം ഏതൊരുവനെ ദേവാഹ ദേവന്മാരും ശ്രീഹി ശ്രീദേവിയും അന്വവർത്തന്ത അനുവർത്തിക്കുന്നുവോ, വണ്ടുകളെ പോലെ പിന്തുടരുന്നുവോ, ആ ഭഗവാൻ മേ പ്രസീദതാം എൻ്റെ നേർക്ക് പ്രസാദിക്കട്ടെ. ലക്ഷ്മീദേവിയാലും മറ്റ് ദേവന്മാരാലും എല്ലാം ആരാധിക്കപ്പെടുന്ന ദേവൻ എന്നിൽ പ്രസാദിക്കട്ടെ. അപ്പോൾ മറ്റു പലരും ലക്ഷ്മീദേവിയുടെയും ദേവന്മാരുടെയും പുറകെ പോകുമ്പോൾ, ദേവന്മാരിൽ ലക്ഷ്മീദേവിയും ആരുടെ പുറകെ പോകുന്നുവോ അവരുടെ പുറകെ ഞാനും പോകുന്നു, അല്ലെങ്കിൽ ആ ഭഗവാനെ ഞാനും ശരണം പ്രാപിക്കുന്നു. ഇറയി പിടിച്ച് തൂങ്ങിയവന്റെ കുതി പിടിച്ച് തൂങ്ങേണ്ട ആവശ്യമില്ല, നേരിട്ട് അകത്തേക്ക് പ്രവേശിക്കാം. ഏതൈർമന്ത്രൈർ ഋഷീകേശം ആവാഹന പുരസ്കൃതം അർച്ചയേത് ശ്രദ്ധയായുക്തഃ പാദ്യോപസ്പർശനാദിഭിഃ. ഏതൈർമന്ത്രൈർ ഋഷീകേശം ആവാഹന പുരസ്കൃതം അർച്ചയേത് ശ്രദ്ധയായുക്തഃ പാദ്യോപസ്പർശനാദിഭിഃ. ഏതൈഹി മന്ത്രൈഹി, ഈ പറഞ്ഞ മന്ത്രങ്ങളെ കൊണ്ട്, മുമ്പ് ചൊല്ലിയതായിട്ടുള്ള 37 വരെയുള്ളതായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ട്, എവിടുന്ന് തുടങ്ങി? 29 മുതൽക്ക് 29 മുതൽക്ക് 37 വരെയുള്ളതായിട്ടുള്ള മന്ത്രങ്ങൾ, 19 മന്ത്രങ്ങൾ. ഏതൈർ മന്ത്രൈഹി, ഈ മന്ത്രങ്ങളെ കൊണ്ട് ഋഷീകേശം, ആ ഋഷീകേശനെ, ഇന്ദ്രിയങ്ങളെയെല്ലാം ഈശിക്കുന്നവനായ ഭഗവാനെ ആവാഹന പുരസ്കൃതം, മുമ്പ് പൂജയ്ക്കായിക്കൊണ്ട് ആവാഹനം ചെയ്തു. പുരഹ ആവാഹനം കൃതം, ഏറ്റവും ആദ്യം ആവാഹനം ചെയ്തു. അങ്ങനെ ആവാഹനം ചെയ്ത് പൂജിച്ചിരിക്കുന്നതായിട്ടുള്ള ഋഷികേശനെ ശ്രദ്ധയായുക്ത, വളരെ ഭക്തിയോടുകൂടി, പാദ്യോപസ്പർശനാദിഭിഹി, പാദ്യം ഉപസ്പർശനം മുതലായത്, ഉപസ്പർശനം എന്ന് പറഞ്ഞാൽ ആചമനീയം മുതലായതുകൊണ്ട്, അർഘ്യം പാദ്യം ആചമനീയം മധുപർക്കം മുതലായി ജല ഉപചാരങ്ങളും തുടർന്ന് നിവേദ്യാദികള് പുഷ്പാദികള് ഇതൊക്കെ കൊണ്ടുള്ള ഉപചാരങ്ങളൊക്കെ ചെയ്തിട്ട്, അതാണ് പാദ്യ ഉപസ്പർശനാദിഭിഹി അർച്ചയേത്, അർച്ചിക്കേണ്ടതാണ്, പൂജിക്കേണ്ടതാണ്. അപ്പം മുമ്പ് ചൊല്ലിയ 18 മന്ത്രങ്ങൾ, 18 ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ നാമങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിക്കേണ്ടതാണ്. ഏതൈർമന്ത്രൈർ ഋഷീകേശം ആവാഹന പുരസ്കൃതം അർച്ചയേത് ശ്രദ്ധയായുക്തഃ പാദ്യോപസ്പർശനാദിഭിഃ. അർച്ചിത്വാ ഗന്ധമാല്യാദ്യൈഃ പയസാ സ്നപയേത് വിഭും വസ്ത്രോപവീതാഭരണ പാദ്യോപസ്പർശനൈസ്തതഃ ഗന്ധധൂപാദിവിശ്ചാർച്ഛേദ ദ്വാദശാക്ഷര വിദ്യയാ. അർച്ചിത്വാ ഗന്ധമാല്യാദ്യൈഃ പയസാ സ്നപയേത് വിഭും വസ്ത്രോപവീതാഭരണ പാദ്യോപസ്പർശനൈസ്തതഃ ഗന്ധധൂപാദിവിശ്ചാർച്ഛേദ ദ്വാദശാക്ഷര വിദ്യയാ. അപ്പോ അർച്ചിത്വ ഗന്ധമാല്യാദ്യൈഹി, ഗന്ധം മാല്യം മുതലായവ, മാല്യം മാലകൾ. അപ്പോ ചന്ദനാദി സുഗന്ധ ദ്രവ്യങ്ങളെ ഭഗവാന് സമർപ്പിച്ച് അതിനുശേഷം മാല മുതലായതൊക്കെ അർപ്പിച്ച് ഗന്ധമാല്യാദ്യൈഹി പൂജനം കൃത്വാ വിഭും പയസാ സ്നപയേത്, സർവവ്യാപിയും സർവശക്തനുമായിരിക്കുന്ന ഭഗവാനെ പാലുകൊണ്ട് അഭിഷേകം ചെയ്യണം. പയസാ സ്നപയേത്, പയസ്സുകൊണ്ട് പാലുകൊണ്ട്
സ്നാപനം ചെയ്യണം എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യണം. ആ ഭഗവാന്റെ മൂർത്തിയെ പാലഭിഷേകം ചെയ്യണം. തതഃ അനന്തരം വസ്ത്ര ഉപവീത ആഭരണ പാദ്യ ഉപസ്പർശനൈഃ ഗന്ധധൂപാദിഭിഃ ദ്വാദശാക്ഷര വിദ്യയാ അർച്ചേത്. അപ്പോ വസ്ത്രം സമർപ്പിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ദ്വാദശാക്ഷര വിദ്യ കൊണ്ട്, ദ്വാദശാക്ഷര മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ വസ്ത്രം സമർപ്പയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ ഉപവീതം സമർപ്പയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ ആഭരണം സമർപ്പയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ പാദ്യം സമർപ്പയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ അർഘ്യം സമർപ്പയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ ആചമനീയം സമർപ്പയാമി. അതാണ് ഉപസ്പർശനൈഃ. അതുപോലെ ഓം നമോ ഭഗവതേ വാസുദേവായ ഗന്ധം ധാരയാമി. ഗന്ധം സമർപ്പിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ ധൂപം ആഗ്രാപയാമി. ധൂപത്തെ അങ്ങേക്ക് മണപ്പിക്കുന്നു. ആദിഭിഹി എന്ന് പറയുമ്പോൾ ദീപാദികളെ കൊണ്ടും ഓം നമോ ഭഗവതേ വാസുദേവായ ദീപം ദർശയാമി. ഇങ്ങനെ ഓരോന്നും ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ട് സമർപ്പിക്കണം. അതാണ് അർച്ചേത്. ദ്വാദശാക്ഷര വിദ്യയ. ഓരോന്നിന്റെ കൂടെയും ആർക്കാണ് സമർപ്പിക്കുന്നത്? ഭഗവാൻ വാസുദേവനായിക്കൊണ്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം ഓരോ കാര്യങ്ങളും സമർപ്പിക്കുമ്പോൾ ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് സമർപ്പിക്കേണ്ടതാണ്. അർച്ചിത്വാ ഗന്ധമാല്യാദ്യൈഃ പയസാ സ്നപയേദ്വിപും വസ്ത്രോപവീതാഭരണപാദ്യോപസ്പർശനൈസ്തതഃ ഗന്ധധൂപാദിഭിശ്ചാർച്ചേത് ദ്വാദശാക്ഷര വിദ്യയാ. അപ്പോൾ വേറെ കഷ്ടപ്പെട്ട് മന്ത്രങ്ങളൊന്നും പഠിക്കേണ്ടതില്ല. ഓരോന്നും അർച്ചിക്കുമ്പോൾ പ്രത്യേകം മന്ത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ട് ഭഗവാന് സമർപ്പിക്കുന്നു എന്ന ഭാവത്തിൽ ഓരോന്നും സമർപ്പിക്കാവുന്നതാണ്. ശ്രുതം പയസി നൈവേദ്യം ശാല്യന്നം വിഭവേ സതി സസർപ്പിഃ സഗുഡം ദത്വാ ജുഹുയാത് മൂലവിദ്യയാ. ശ്രുതം പയസി നൈവേദ്യം ശാല്യന്നം വിഭവേ സതി സസർപ്പിഃ സഗുഡം ദത്വാ ജുഹുയാത് മൂലവിദ്യയാ. വിഭവേ സതി എന്ന് പറഞ്ഞിട്ട്, വിഭവേ സതി എന്ന് പറയുമ്പോൾ വിഭവമുണ്ടെങ്കിൽ, എല്ലാ ദ്രവ്യങ്ങളും അവൈലബിൾ ആണെങ്കിൽ, വേണ്ടതുപോലെ എന്താ പറയുക, സമ്പത്തൊക്കെ ഉള്ളവരാണെങ്കിൽ വിഭവങ്ങളൊക്കെ സമാഹരിക്കണം. അങ്ങനെ വിഭവേ സതി, വേണ്ടത്ര വിഭവങ്ങളുള്ളപ്പോൾ എന്ത് ചെയ്യണം? പയസി ശ്രുതം നൈവേദ്യം ശാല്യന്നം സസർപ്പിഃ സഗുഡം ദത്വാ മൂലവിദ്യയാ ജുഹുയാത്. ഇവിടെ ജുഹുയാത് എന്ന് പറയുമ്പോൾ ഹോമം ചെയ്യേണ്ടതാണ്, അഗ്നിയില് ഹോമിക്കേണ്ടതാണ് മൂലവിദ്യ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഹോമിക്കേണ്ടതാണ്. അപ്പൊ എന്താണ്? പയസി ശ്രുതം, പയസ് പാലാണ്. ശ്രുതം എന്ന് പറഞ്ഞാൽ കാച്ചിയത്, വേവിച്ചത്, കാച്ചി കുറുക്കിയത്, നല്ലതുപോലെ വെന്തത് എന്നൊക്കെ അർത്ഥമാണ് ശ്രുതം. അപ്പോ പാൽപായസമാണ് ഇവിടെ പറയുന്നത്. ശാല്യന്നം നൈവേദ്യം. ശാലി എന്ന് പറഞ്ഞാല് ചെന്നെല്ലാണ്. സാധാരണ നെല്ലിനും ശാലി എന്ന് പറയാറുണ്ട്. പ്രത്യേകം നമ്മൾ കേരളത്തിലൊക്കെ ശാലി എന്ന് പറഞ്ഞാൽ ചെന്നെല്ല്, നമ്മൾ ഭഗവാന് നിവേദ്യം ഉണ്ടാക്കുന്നതൊക്കെ എന്താണ് പറയുക, മട്ടപ്പൊന്നി അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചുവന്ന നെല്ലുകൾ, ചുവന്ന അരിയാണ്. ആ ചുവന്ന അരി കൊണ്ട് അഥവാ ചെന്നെല്ല് കൊണ്ട് അഥവാ ചുവന്ന മട്ട കൊണ്ട്, മട്ടപ്പൊന്നി കൊണ്ട് ഒക്കെ അല്ലെ, ഉണക്കലരി എന്നും പറയാറുണ്ട് നമ്മൾ. ആ ഉണക്കലരി കൊണ്ട് പയസില്, പാലില് അത് കുറുക്കണം നല്ലോണം.
അമ്പലപ്പുഴ പാൽപ്പായസം പോലെ അല്ലേ, കുറേ നേരം പാലിലിട്ട് തിളച്ച് നല്ലോണം വറ്റിക്കണം, കുറച്ച് കുറുകി വരണം, അപ്പോഴാണ് സ്വാദ് കൂടുക. അങ്ങനെയുള്ളത് കുറച്ച് കട്ടിയാക്കിയത് എന്നർത്ഥം, വെള്ളം പോലെ ഇരിക്കാൻ പാടില്ല. അതാണ് ശ്രുതം പയസി നൈവേദ്യം, പയസി ശ്രുതം നൈവേദ്യം, നിവേദിക്കാനുള്ളതായിട്ടുള്ള ശാല്യന്നം, നല്ല ചെന്നല്ലിൻ്റെ അല്ലെങ്കിൽ മട്ടപ്പൊന്നിയുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഉണക്കലരിയുടേതായിട്ടുള്ള അന്നവും സർപ്പിഹി, സർപ്പി എന്ന് പറഞ്ഞാൽ നെയ്യോടുകൂടെ, സർപ്പിസ് നെയ്യ്. ഗുഡം, ഗുഡം എന്നാൽ ശർക്കര, ഗുളം രണ്ടും ശർക്കരയാണ്. ഗുഡാന്നപ്രീതമാനസ, ഗുളാന്നപ്രീതമാനസ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ രണ്ടും പറയാം. ഗുളം അല്ലെങ്കിൽ ഗുഡം എന്ന് പറഞ്ഞാൽ ശർക്കരയാണ്. അപ്പോൾ ശർക്കരയോടുകൂടി, അപ്പൊ നെയ്യും ശർക്കരയും ചേർത്ത് പാലിൽ പയസിൽ ശാല്യന്നം വേവിക്കണം. അപ്പാണ് ശരിയായിട്ടുള്ള പായസമാവുക. ആ പായസം ദത്വ ഭഗവാനെ നിവേദിക്കുകയും മൂലവിദ്യ ജുഹുയാത്, മൂലവിദ്യ കൊണ്ട് അഥവാ മുമ്പേ പറഞ്ഞ ദ്വാദശാക്ഷരി മന്ത്രം കൊണ്ട് ഹോമിക്കുകയും വേണം. കുറച്ച് പായസം ഹോമിക്കാനും. ഇതെല്ലാം ചേർത്ത് പാകപ്പെടുത്തിയതായിട്ടുള്ള പായസത്തെ അഗ്നിയിൽ ഭഗവാന്റെ മുഖമായി കൽപ്പിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അന്നത്തെ, ഈ പായസത്തെ സ്വാഹ എന്ന് പറഞ്ഞ് ഭഗവാനെ സമർപ്പിക്കാവുന്നതാണ്. അതാണ് ശ്രുതം പയസി നൈവേദ്യം ശാല്യന്നം വിഭവേ സതി സസർപ്പിഹി സഗുഡം ദത്വാ ജുഹുയാത് മൂലവിദ്യയാ നിവേദിതം തദ്ഭക്തായ ദദ്യാ ഭുഞ്ജീതവാ സ്വയം ദത്വാ ആചമനമർച്ചിത്വാ താംബൂലം ച നിവേദയേത്. നിവേദിതം തദ്ഭക്തായ ദദ്യാത് ഭുഞ്ജീതവാ സ്വയം ദത്വാ ആചമനമർച്ചിത്വാ താംബൂലം ച നിവേദയേത്. നിവേദിതം തദ്ഭക്തായ ദദ്യാത് ഭുഞ്ജീതവാ സ്വയം. നിവേദിതം തത്, ഭഗവാന് നിവേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്തായ ദദ്യാത്, അവിടെ കൂടിയിരിക്കുന്ന മറ്റ് ഭക്തന്മാർക്കായിട്ട് പ്രസാദത്തെ ദാനം ചെയ്യണം. അപ്പൊ ആരൊക്കെ അവിടെ ഉണ്ടോ അവർക്കൊക്കെ പ്രസാദം കൊടുക്കണം. എന്നിട്ടോ സ്വയം വാ ഭുഞ്ജീത, താനും സ്വയം ആ പ്രസാദത്തെ ഭുജിക്കാവുന്നതാണ്. ഭഗവാന് സമർപ്പിച്ച പായസത്തെ അവനവനും ഭുജിക്കാവുന്നതാണ്, ബാക്കി ഭക്തന്മാർക്കും വിതരണം ചെയ്യാവുന്നതാണ്. എന്നിട്ടോ ഭഗവാന് നിവേദ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ആചമനം കൊടുക്കണം. അതാണ് ആചമനം ദത്വ. ആചമനത്തെ ആചമനം ചെയ്യാനുള്ള ജലത്തെ കൊടുത്തിട്ട് അർച്ചിത്വ വീണ്ടും പൂജിച്ചിട്ട് താംബൂലം ച നിവേദയേത്. വെറ്റിലപാക്ക് താംബൂലത്തെ ഭഗവാന് സമർപ്പിക്കേണ്ടതാണ്. എല്ലാ പൂജകളുടെയും അവസാനം നിവേദ്യം കഴിഞ്ഞാൽ താംബൂല സമർപ്പണം ചെയ്യേണ്ടതാണ്. താംബൂലം നിവേദയേത്, താംബൂലത്തെ നിവേദിക്കണം. എന്നിട്ടോ ജപേദഷ്ടോത്തരശതം സ്തുവീതസ്തുതിഭിഃ പ്രഭും കൃത്വാ പ്രദക്ഷിണം ഭൂമൗ പ്രണമേദ്ദണ്ഡവന്മുദാ. ജപേദഷ്ടോത്തരശതം സ്തുവീതസ്തുതിഭിഃ പ്രഭും കൃത്വാ പ്രദക്ഷിണം ഭൂമൗ പ്രണമേദ്ദണ്ഡവന്മുദാ. ഭഗവാന്റെ 108 നാമങ്ങൾ, അതാണ് അഷ്ടോത്തര ശതം ജപേത്. അഷ്ടോത്തര ശതം 108 നാമങ്ങളെ ജപിക്കണം. വിഷ്ണു അഷ്ടോത്തര ശതം. സ്തുവീത സ്തുതിഭിഹി പ്രഭും, മറ്റ് സ്തുതികളെ കൊണ്ട് പ്രഭും സ്തുവീത, പ്രഭുവിനെ സ്തുതിക്കേണ്ടതാണ്. അപ്പൊ വിഷ്ണുവിനെ പരമായിട്ടുള്ള സ്തുതികൾ ഏതൊക്കെ കിട്ടുമോ എല്ലാം കൊണ്ടും ഭഗവാനെ സ്തുതിക്കാം. അങ്ങനെ സ്തുതിക്കേണ്ടതാണ്. പ്രദക്ഷിണം കൃത്വാ, പിന്നീട് പ്രദക്ഷിണം ചെയ്ത് ഭൂമൗ ദണ്ഡവത് മുദാ പ്രണമേത്, ഭൂമിയില് ദണ്ഡം പോലെ വീണ് സന്തോഷമായിട്ട് നമസ്കരിക്കണം. അനന്തകോടി പ്രദക്ഷിണ നമസ്കാരാൻ സമർപ്പയാമി എന്ന് പറഞ്ഞ് പ്രദക്ഷിണം ചെയ്ത് നമസ്കാരത്തെ ചെയ്യണം. ജപേദഷ്ടോത്തര ശതം സ്തുവീതസ്തുതിഭിഃ പ്രഭും കൃത്വാ പ്രദക്ഷിണം ഭൂമൗ പ്രണമേദ്ദണ്ഡവന്മുദാ. കൃത്വാ ശിരസി തച്ഛേഷാം ദേവമുദ്വാസയേത്തതഃ ദ്യവരാൻ ഭോജയേത് വിപ്രാൻ പായസേന യഥോചിതം. കൃത്വാ ശിരസി തച്ഛേഷാം ദേവമുദ്വാസയേത്തതഃ ദ്യവരാൻ ഭോജയേത് വിപ്രാൻ പായസേന യഥോചിതം. തച്ഛേഷാം എന്ന് പറഞ്ഞാൽ ശേഷം എന്നാൽ പ്രസാദമാണ്.
അപ്പൊ ഭഗവാന്റെ പ്രസാദത്തെ ശിരസി കൃത്വ, തലയിൽ വെച്ചിട്ട്, എന്ന് വെച്ചാൽ ഇവിടെ പൂക്കളെടുത്ത് തലയിൽ ചൂടണം. തലയിലാവാം ചെവിയിലാവാം. പൂക്കളാവുമ്പോ ചെവിയിലുമാവാം തലയിലുമാകാം. തലയിൽ നിൽക്കില്ല കഷണ്ടിയാണെങ്കിൽ, അല്ലേ? സ്ത്രീകൾക്ക് തലയിൽ വെക്കാൻ പറ്റും. തലയിൽ മുടിയുള്ളതുകൊണ്ട് അതിലേക്ക് ചേർത്ത് വെക്കാം. അപ്പൊ ശിരസി കൃത്വ, ശിരസിൽ വെച്ചുകൊണ്ട്, കൃത്വ ശിരസി തച്ഛേഷാം, പൂക്കളെ എടുത്ത് ശിരസിൽ വെച്ചുകൊണ്ട്, തതഹ ദേവം ഉദ്വാസയേ, പൂജ കഴിഞ്ഞാൽ ദേവനെ ഉദ്വാസനം ചെയ്യണം. ഉദ്വാസനം ചെയ്യുന്നതിന് ഉയരത്തിലേക്ക് വസിപ്പിക്കണം, എന്ന് വെച്ചാൽ വന്നിടത്തേക്ക് തന്നെ അയക്കണം. ആവാഹനം ചെയ്ത് വരുത്തി, എന്റെ പൂജയെ സ്വീകരിക്കാനായിക്കൊണ്ട് അങ്ങ് വരണം എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചു വരുത്തുന്നതാണ് ആവാഹനം. വിളിച്ചു വന്നു കഴിഞ്ഞ് നമ്മൾ പൂജ കഴിഞ്ഞ് അവിടെ തന്നെ ഇരുത്തിയിട്ട് പോയാൽ മര്യാദയല്ല. അദ്ദേഹത്തെ ശ്രദ്ധിക്കാതെ, ഈശ്വരനെ ശ്രദ്ധിക്കാതെ അവഗണിച്ച് നിർത്താൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് പറയുന്നു, അങ്ങ് തിരിച്ചു പൊക്കോളൂ, അങ്ങ് സ്വതന്ത്രനാണ്. അങ്ങേ ഞാൻ കുറച്ചു നേരം കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. എന്റെ പൂജയ്ക്ക് വേണ്ടി ചെറുതാക്കി എന്റെ മുമ്പിലേക്ക് വിളിച്ചു വരുത്തി അങ്ങയെ നിർബന്ധിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. കെട്ടിയുടെ ഒരു അസ്വാതന്ത്ര്യം അങ്ങേക്ക് ഞാൻ തൽക്കാലമായിട്ട് തന്നിരുന്നു. അതെന്റെ സ്വാർത്ഥത കൊണ്ടാണ്, എന്നോട് ക്ഷമിച്ചാലും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ അങ്ങയെ വേണ്ട പോലെ പൂജിച്ചിരിക്കുന്നു. ഈ പൂജ കൊണ്ട് അങ്ങ് സന്തുഷ്ടനായിട്ട് ഇനി തിരിച്ച് അങ്ങയുടെ യഥാസ്ഥാനത്തേക്ക് പോയാലും ഞാൻ ഇനിയും വിളിക്കുമ്പോ വരണം കേട്ടോ. യഥാസ്ഥാനം പ്രതിഷ്ഠാപയാമി ശോഭാർത്തേ ക്ഷേമാർത്തേ ക്ഷേമാർത്തേ ശോഭനായ പുനരാഗമനായ ച എന്നും കൂടി പറയും. വീണ്ടും വരാനായിക്കൊണ്ട്, ക്ഷേമായ പുനരാഗമനായ ച, ക്ഷേമത്തിനായിക്കൊണ്ടും വീണ്ടും വരാനായിക്കൊണ്ടും അങ്ങ് പോയാലും, തിരിച്ചു പോയാലും എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ കൃത്വാ ശിരസി തച്ഛേഷാം ദേവം ഉദ്വാസയേ തതഃ, ദേവനെ ഉദ്വസിക്കണം. എന്നിട്ടോ ദ്യവരാൻ ഭോജയേ ദ്വിപ്രാൻ. ദ്യവരാൻ എന്ന് പറഞ്ഞാലോ രണ്ടിൽ കുറവില്ലാതെ എന്നർത്ഥമാണ്. വിപ്രാൻ ബ്രാഹ്മണരെ, മിനിമം 2 പേരെയെങ്കിലും പായസേന യഥോചിതം ഭോജയെ, പായസം കൊണ്ട് ഉചിതമായ രീതിയിൽ ഭക്ഷണം കൊടുത്ത് ഭുജിപ്പിക്കണം അവരെ എന്നർത്ഥം. അപ്പോൾ 2ഓ അധികമോ ആവാം എന്നാണ് താല്പര്യം. വിപ്രന്മാർക്ക്, ബ്രാഹ്മണർക്ക് പായസത്തോടുകൂടി ഭോജനം നൽകി അവരെ സൽക്കരിക്കണം. അതിനുശേഷം പിന്നെന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് നമുക്ക് വൈകുന്നേരം ഒഴിവുണ്ടെങ്കിൽ കാണാം. വൈകുന്നേരം നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഏകാദശി ആണെന്ന്, നല്ലൊരു ഏകാദശി ദിവസമായിട്ട് ഭഗവാനെ മന്ത്രങ്ങളെ കൊണ്ട് പൂജിക്കുകയും ഭഗവാന്റെ പയോവ്രതം കേൾക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്തു. വൈകുന്നേരവും കൂടി നമുക്കത് തുടരാം. ഏകാദശി ധന്യമായി. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം. തൃശ്ശൂർ പൂരം ആശംസകൾ.